റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മുസ്ലിം കൈരളിക്ക് അസ്തിത്വവും ആസ്തിക്യബോധവും നൽകിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ തകർക്കുവാനും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് മുച്ചൂട് നശിപ്പിക്കുവാനും വേണ്ടി ഇറങ്ങിത്തിരിച്ച കപട വേഷധാരികളെ ഒന്നൊന്നായി തുറന്നു കാട്ടുക എന്നുള്ളതാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. 1974 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത സംഘടനയിലേക്ക് കയറിവരികയും അതിനെ രാഷ്ട്രീയവൽക്കരിക്കുവാനുള്ള കുടില നീക്കങ്ങൾ ലക്ഷ്യം കാണാതെ പോയപ്പോൾ 1989 ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തി പുറത്തു പോവുകയും ചെയ്ത എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതിന്റെ മുൻകാലഘട്ടങ്ങളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ തകർക്കുവാൻ വേണ്ടി കടന്നുവന്ന പ്രസ്ഥാനങ്ങളെപ്പോലെ തന്നെ കാലയവനികയിലേക്ക് മറഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ തകർക്കുവാൻ വേണ്ടി പലരും പല കാലഘട്ടങ്ങളിലായി കടന്നു വന്നിട്ടുണ്ട്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ വിമർശിക്കുവാനും മുസ്ലിം ലീഗിനെ തന്നെ പരിപൂർണമായി പിരിച്ചുവിടുവാനും വേണ്ടി പല കാലഘട്ടങ്ങളിലായി പലരും ഇറങ്ങിത്തിരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ചരിത്രം പരതുമ്പോൾ നമ്മൾ വീണ്ടും ചെന്നെത്തിച്ചേരുന്നത് സമസ്ത കേരള മുസ്ലിം ലീഗ് എന്ന ഒരു ലീഗ് വിരുദ്ധ സംഘടന ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുസ്ലിം മജ്ലിസും ജംഇയ്യത്തുൽ ഉലമാഎ ഹിന്ദും പ്രോഗ്രസീവ് മുസ്ലിം ലീഗും തുടങ്ങി ഒരുപാട് സംഘടനകൾ മുസ്ലിം ലീഗിനെ തകർക്കുവാനും മുസ്ലിം ലീഗിന് ബദലായും രംഗപ്രവേശം ചെയ്യുകയുണ്ടായി. മരക്കാർ ലീഗ് പോലത്തെ ലീഗ് വിരുദ്ധ പ്രസ്ഥാനങ്ങൾ പിൽക്കാലഘട്ടങ്ങളിൽ പിറവിയെടുത്തതായി ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ഇതുപോലെ തന്നെയാണ് 1989 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടനക്കകത്ത് വിഘടനവാദം സൃഷ്ടിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്ത കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ളതായ ആൾക്കൂട്ടവും കാഴ്ചവെച്ചത്. ഇവർ ലക്ഷ്യമിട്ടത് ഒരു അന്ധമായ ലീഗ് വിരോധം ഉൾക്കൊള്ളുന്ന ഒരു സംഘത്തെ ഉണ്ടാക്കി തീർക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു. 1979 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറയിലേക്ക് എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പ്രമേയം സമർപ്പിക്കുകയാണ്. ആ പ്രമേയത്തിന്റെ അകക്കാമ്പെന്ന് പറയുന്നത് SYSനെ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുകയോ അല്ലെങ്കിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയോ ചെയ്യണമെന്നാണ്. ആ വസ്തുതകളെ സംബന്ധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ തന്നെ തുറന്നു പറയുന്നത് നാം ഒന്ന് കാണുക. 1979 എന്ത് ചെയ്തു എന്നാൽ ഇവര് ഒരു പ്രമേയം പാസാക്കി, സ്റ്റേറ്റ് കമ്മിറ്റി ഒരു പ്രമേയം പാസാക്കി സമസ്തയിലേക്ക് അങ്ങോട്ട് അയച്ചു. അവരെ ധാരണ സമസ്തയിലേക്ക് അങ്ങോട്ട് അയച്ചാൽ പിന്നെ അത് പാസാക്കാതെ സമസ്തക്കും നിൽക്കകളി ഉണ്ടാവില്ല എന്നാണ് അവർ മനസ്സിലാക്കിയത്. എന്തുകൊണ്ട് അത്തരം ഇബ്രാഹിം വഴിയില്ല. എന്നാൽ രാഷ്ട്രീയ രംഗത്തിലേക്ക് കടന്നു വരാൻ സാധിക്കാതെ വന്നപ്പോൾ 1979 മുതൽ 1989 വരെ നിഗൂഢമായ ജുഗുപ്സാവഹമായ നീക്കങ്ങൾ നടത്തുകയും വിഘടനവാദത്തിന്റെ വിത്ത് പാവുകയും ചെയ്തു. അതിനുവേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് താല്പര്യമില്ലാത്ത ഒരു സംഘത്തെ പൂർണ്ണമായും വളർത്തിയെടുക്കുവാനുള്ള നീക്കങ്ങൾ നടക്കുകയുണ്ടായി. ഈശ്വരവാദികളിൽ ശരീരത്തിനെ അപലപിച്ചിട്ടുണ്ടല്ലോ, ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ. അവരെ പീഡിപ്പിക്കണം, അവരെ സന്തോഷിപ്പിക്കണം, എന്നാൽ മാത്രമേ ഇനി സമസ്ത എന്നീ രാഷ്ട്രീയം നിലപാടിൽ ഞങ്ങൾക്ക് വകവയ്ക്കുന്നില്ല. ഇനി ഞങ്ങൾ പോകുക, എങ്ങോട്ട് പോവുകയാണ്? അങ്ങോട്ട്. അതാ പിന്നെ ചിന്താഗതി ഉണ്ടായി. ആലോചിക്കണോ? സമസ്തകളുടെ ജമിയത്തുൽ ഉലമ ഞങ്ങൾക്ക് എന്ത് ചെയ്യൂല, ഒരു രാഷ്ട്രീയ നിലപാടിൽ വകവയ്ക്ക് തരില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകാം, എയർപോർട്ട്. ഞങ്ങൾ അസാബ് ഷിമാലിൽ വരിക, ജമീൻ ആവുക. ആലോചിച്ച് നോക്കൂ. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് 1989 എറണാകുളം സമ്മേളനത്തെ നാം കാണേണ്ടത്. ഈ എറണാകുളം സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങളും അതുപോലെ തന്നെ അതിന്റെ നിർദ്ദേശങ്ങളും അവഗണിച്ചുകൊണ്ടായിരുന്നു ആ സമ്മേളനം അവർ നടത്തിയത്. അതിനു വേണ്ടിയുള്ളതായ എല്ലാ പിന്തുണകളും നൽകിയത് ആരാണ് എന്ന്
ആ കാലഘട്ടത്തിലെ വസ്തുതകൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന നഗ്നമായ സത്യമാണ്. ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് ആദ്യമായി കൊണ്ട് മുസ്ലിം കൈരളിക്ക് പരിചയമില്ലാത്ത ചില ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നത്. മതം രാഷ്ട്രീയത്തിൽ വിട്ടു നിൽക്കണം എന്നുള്ള പ്രമേയം ആ സമ്മേളനത്തിൽ പാസാക്കുകയുണ്ടായി. ആ പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് ദേശാഭിമാനിയിൽ CP അച്യുതൻ ലേഖനം എഴുതി. ആ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, മതത്തെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടും വേർതിരിച്ചു നിർത്തണമെന്നാണ് സമ്മേളനം ആവശ്യപ്പെട്ടത്. മതം മനുഷ്യരുടെ വ്യക്തിപരമായ വിശ്വാസമാണ്, രാഷ്ട്രീയം രാജ്യത്തിന്റെ പൊതുവായ പ്രശ്നവും. ആ നിലക്ക് മുസ്ലിമിന് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ചേർന്ന് പ്രവർത്തിക്കാൻ അവകാശമുണ്ടെന്നും ഇസ്ലാമിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുമായി കെട്ടിയിടരുതെന്നും അവർ ആവശ്യപ്പെട്ടു. ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സമാദരണീയരായ നേതാക്കളായ പാണക്കാട് സാദാത്യങ്ങൾ അവരുമായി കൊണ്ട് സമരസപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും യോജിച്ചുള്ളതായ പോക്ക് അത് തകർക്കുവാനും അതിനെ നശിപ്പിക്കുവാനും വേണ്ടി പാസാക്കിയെടുത്ത പ്രമേയമായിരുന്നു അത് മതം രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് വിട്ടുനിൽക്കുക എന്നുള്ളത് സത്യത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായി കൊണ്ടും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു തത്വമായിരുന്നില്ല. ഈ പ്രമേയം ഒരു കയ്യബദ്ധത്തിൽ സംഭവിച്ചതല്ല എന്നും ആസൂത്രിതമായ നീക്കങ്ങളുടെ ഭാഗമാണ് എന്നും പിൽക്കാലഘട്ടങ്ങളിൽ അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 1989 ഫെബ്രുവരി 12 കേരള ശബ്ദത്തിൽ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ നൽകിയതായ അഭിമുഖത്തിൽ തന്നെ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട്, സീസർക്കുള്ളത് സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കിട്ടണമെന്നുള്ളതാണ് ഞങ്ങളുടെ നയം. രാഷ്ട്രീയപരമായി മറ്റൊന്ന്, മതകീയമായി മറ്റൊന്ന്. സത്യത്തിൽ ഇതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാനോ പരിപൂർണമായി സ്വീകരിക്കുവാനോ അംഗീകരിക്കാനോ കഴിയാത്ത ഒരു സിദ്ധാന്തമാണ്, ഒരു തീസിസാണ്. കാരണം ഒരു മുസ്ലിമിന്റെ വിശ്വാസം നമുക്ക് വളരെ വ്യക്തമായി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വല്ലല്ലാഹു ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ സൽക്കർമ്മങ്ങൾ മുഴുവനും ലില്ലാഹി റബ്ബിൽ ആലമീൻ, മുഴുവനും എന്റെ റബ്ബിന്. രാഷ്ട്രീയമില്ല, മതമെന്നുള്ള വേർതിരിവില്ല, അതുപോലെ തന്നെ സാംസ്കാരികമെന്നോ സാമൂഹികമെന്നോ സാമ്പത്തികമെന്നോ ഉള്ള യാതൊരു വേർതിരിവും ഇല്ലാതെ എല്ലാം പടച്ച റബ്ബിന്റെ സർവ്വനിയന്താവായ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കാൻ നിർബന്ധിതനാണ് ഒരു മുസ്ലിം. ആ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഭൂമികക്കകത്ത് നിന്നുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത കേവല മോഡേണിസ്റ്റ് വിശ്വാസമായ ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും എന്ന് പറഞ്ഞ് ചില പകത്ത് നൽകലുകൾ, ഇത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ് എന്നും അത് അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ നയം എന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുസ്ലിം സമൂഹത്തിനെ മുഴുവനും ഇസ്ലാമിക വിരുദ്ധ ശക്തികളുടെ തട്ടകത്തിലേക്ക് കൊണ്ടുപോയി കെട്ടിയിടുവാനുള്ള ഹീനമായ നീക്കങ്ങൾ ആസൂത്രിതമായി നടന്നിട്ടുണ്ട് എന്നാണ്. വീണ്ടും നമ്മൾ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാം, സൽമാൻ റുഷ്ദിയെ വധിക്കുവാൻ വേണ്ടി ഖുമൈനി ആഹ്വാനം ചെയ്തതായ ചരിത്രം അത് കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ഖുമൈനി റുഷ്ദിയെ വധിക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്തു. അതിനെ പിന്തുണച്ചുകൊണ്ട് ചില ആളുകൾ കേരളക്കരയിൽ രംഗത്ത് വന്നതായ സമയത്തു റിസാല എന്ന് പറഞ്ഞ SSFന്റെ മുഖപത്രം വളരെ വ്യക്തമായി കൊണ്ട് എഴുതി വെക്കുകയുണ്ടായി. റുഷ്ദിയെ വധിക്കാൻ ആഹ്വാനം ചെയ്ത ഇമാം ഖുമൈനിക്ക് സ്വാഗതം പാടി APയെ വധിക്കാൻ ആരും ആഹ്വാനം ചെയ്യാത്തതിൽ പരിതപിച്ച കശ്മലന്മാരെ ആരും മറന്നിട്ടില്ല. തന്റെ സഹോദരനെ വധിക്കാനുള്ള പ്രഖ്യാപനത്തിന്റെ ഈണം കേട്ട് സായുജ്യമടഞ്ഞ ബഹുമാനം പെട്ടുപോയവരുടെ കാര്യത്തിലാണ് ഞങ്ങൾക്ക് സഹതാപം. സൽമാൻ റുഷ്ദിയെ സ്വന്തം സഹോദരനായിക്കൊണ്ട് തന്റെ സഹോദരനെ വധിക്കുവാനുള്ള പ്രഖ്യാപനത്തിന്റെ ഈണം കേട്ട് എന്നാ പറഞ്ഞത്. സ്വന്തം സഹോദരനായിക്കൊണ്ട് സൽമാൻ റുഷ്ദിയെ ചിത്രീകരിച്ചു. മാത്രമല്ല സുന്നി വോയ്സ് എന്ന് പറയുന്ന അവരുടെ പത്രത്തിൽ കാണാം, ശുദ്ധമായ മതപരിവർത്തനം ലക്ഷ്യം വെക്കുന്ന സംഘടനകൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ മതസ്ഥാപന ദുരുപയോഗ ബില്ലിൽ ആശങ്കപ്പെടേണ്ടതില്ല. 1988 മതസ്ഥാപന ദുരുപയോഗ ബില്ലിനെ പരിപൂർണമായി കൊണ്ടും എതിർത്ത് പരാജയപ്പെടുത്തുവാനുള്ള നീക്കമായിരുന്നു മുസ്ലിം ബഹുജന സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടുണ്ടായിരുന്നത്. എന്നാൽ അക്കാലഘട്ടത്തിൽ മതസ്ഥാപന ദുരുപയോഗ ബിൽ എന്ന ബില്ലിനെ പിന്തുണക്കാനും ഇസ്ലാമിക വിരുദ്ധ ശക്തികളുടെ കയ്യടി നേടാനുമാണ് ജനാബ് AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആൾക്കൂട്ടം പരിശ്രമിച്ചത്. എന്നാൽ അവരുടെ ഒരു സുവനീറിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്, ഞങ്ങൾ മതസ്ഥാപന ദുരുപയോഗ ബില്ലിനെ എതിർക്കുകയാണ് ചെയ്തത് എന്ന്. ആ വസ്തുത നോക്കൂ. എന്നാൽ അതിൽ നിന്നുകൊണ്ട് മാറി പച്ച പരമാർത്ഥം എന്താ? 1988 സുന്നി വോയ്സിൽ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട്, ശുദ്ധമായ മതപരിവർത്തനം ലക്ഷ്യം വെക്കുന്ന സംഘടനകൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ മതസ്ഥാപന ദുരുപയോഗ ബില്ലിൽ ആശങ്കപ്പെടേണ്ടതില്ല. മതത്തിന്റെ മുഖം മൂടി അണിഞ്ഞ രാഷ്ട്രീയക്കാർക്ക് ബില്ല് പേടി സ്വപ്നവുമാണ്. ബില്ലിനെ ഇവർ അനുകൂലിക്കുകയായിരുന്നു.
മുസ്ലിം സമൂഹം നിൽക്കുന്നതിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മാറി മുസ്ലിം സമൂഹത്തിനെ എതിർക്കുവാനും മുസ്ലിം സമൂഹത്തിന്റെ എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കയ്യടി നേടുവാനും വേണ്ടി ഇസ്ലാമിക വിരുദ്ധ ആളുകളുടെ പാളയത്തിലേക്ക് ഈ ആൾക്കൂട്ടം നടന്നെടുത്തു. അതിനുവേണ്ടി ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുകയുണ്ടായി. ഇത് വെച്ചുകൊണ്ട് തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞത് അവർ ഇസ്ലാമിക വിരുദ്ധ ഏജന്റുമാരാണ് എന്ന്. ഈശ്വരവാദികളിൽ ശരീഅത്തിനെ അപലപിച്ചിട്ടുണ്ടല്ലോ, ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ. അവരെ പീഡിപ്പിക്കണം, അവരെ സന്തോഷിപ്പിക്കണം എന്നാൽ മാത്രമേ സമസ്ത എന്നീ രാഷ്ട്രീയം നിലപാടിൽ ഞങ്ങൾക്ക് വകവയ്ച്ചു തരില്ല. ഇനി ഞങ്ങൾ പോവുക. എങ്ങോട്ട് പോവുകയാണ്? അങ്ങോട്ട്. അതാ പിന്നെ ചിന്താഗതി ആലോചിക്കണോ? ഇസ്ലാമിക വിരുദ്ധരുടെ ഏജന്റുമാരാണ് എന്ന് അത് ഒരിക്കൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരന്തൂർ മർക്കസ് സമ്മേളന വേദിയിൽ ആദ്യമായി ഒരു BJP നേതാവ് പങ്കെടുത്തു. BJP റൂറൽ ജില്ലാ പ്രസിഡന്റ് ചേറ്റൂർ ബാലകൃഷ്ണനാണ് സൗഹൃദ സമ്മേളനത്തിൽ പങ്കെടുത്തത്. BJP പ്രതിപക്ഷത്തായിരുന്നപ്പോൾ മർക്കസ് സമ്മേളനത്തിൽ ഒരു പാർട്ടി നേതാവും പങ്കെടുത്തിരുന്നില്ല. ശ്രദ്ധിക്കുക, ഒരു മുസ്ലിം സ്ഥാപന വാർഷികത്തിൽ ആദ്യമായാണ് ഒരു സംഘപരിവാരക്കാരൻ പങ്കെടുക്കുന്നത്. ഇസ്ലാമിക വിരുദ്ധ ആശയത്തിന്റെ ആളുകൾ മുഴുവനും തങ്ങളുടെ തട്ടകത്തിലേക്ക് ഒന്നൊന്നായി കൊണ്ട് വലിച്ചു കൊണ്ടുവരികയാണ്. പിന്നീട് ഒ രാജഗോപാൽ മർക്കസിൽ പങ്കെടുത്തു. ഒ രാജഗോപാലിന്റെ മർക്കസിൽ ഉള്ളതായ സന്ദർശനം ചേകന്നൂർ വിവാദവുമായി കൊണ്ട് കൂട്ടിക്കിഴച്ചുകൊണ്ട് പിന്നീട് ദേശാഭിമാനി കോളമെഴുതിയതായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ നീട്ടി പറയുന്നില്ല. അതൊക്കെ ഒരുപാട് കാലഘട്ടങ്ങളിലായി പുറത്തു വന്ന ചരിത്രങ്ങളായതുകൊണ്ട് അങ്ങോട്ടൊന്നും കയറിപ്പോകുന്നില്ല. 2001 ഫെബ്രുവരി മാസം 9 ദേശാഭിമാനിയിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തമായ ഒരു ചിത്രമുണ്ട്. അതായത് മുസ്ലിം സമൂഹത്തിന് നേരെ ഇറങ്ങി വരുന്ന ആളുകളെ മുഴുവനും ഏകോപിപ്പിച്ചെടുത്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ എതിരെ ഉപയോഗിക്കുവാനുള്ള സംഘപരിവാരത്തിന്റെ ശ്രമങ്ങൾ നമുക്ക് കാണാമല്ലോ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കേരള കോൺഗ്രസിലെ ചില വിഭാഗങ്ങൾ തുടങ്ങി ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിലെ പ്രബലരുമായി ചേർന്ന് അടിത്തറയുണ്ടാക്കുക. അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് പോലെ കോൺഗ്രസിലെ ഒരു വിഭാഗം വിട്ടുവന്നാൽ അവരുമായി ചേർന്ന് CPIM വിരുദ്ധ മഹാസഖ്യം രൂപീകരിക്കുക. ജനുവരി ആദ്യം ദില്ലിയിൽ ചേർന്ന BJP ദേശീയ എക്സിക്യൂട്ടീവ് ഈ നിർദ്ദേശമാണ് കേരള ഘടകത്തിന് നൽകിയത്. BJPയുടെ അംബാസഡർ ആയിക്കൊണ്ട് BJPയുടെ ആശയ വിതരണത്തിനുള്ള ഒരു സോഴ്സായി കൊണ്ട് അവർ തന്നെ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങൾ വിതരണം ചെയ്യുവാൻ വേണ്ടി ചങ്കൂറ്റം കാണിച്ച വ്യക്തിയെയാണ്. വീണ്ടും കാണാമല്ലോ ഈ വാർത്ത തന്നെ 2001 മാധ്യമം കൊച്ചി എഡിഷനിൽ നവംബർ മാസം 25 ഒന്നുകൂടി ആവർത്തിക്കപ്പെടുന്നുണ്ട് മറ്റൊരു രൂപത്തിൽ. അതായത് BJPയുമായി സഹകരിക്കണമെന്ന് നേതാക്കൾ അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനായി ആവശ്യമെങ്കിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ബന്ധപ്പെടുത്താമെന്നും BJP നേതാവ് ശ്രീധരൻപിള്ള പറഞ്ഞതായും ചെറിയ കോയ അവകാശപ്പെട്ടു. ലക്ഷദ്വീപിലെ സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് BJP നേതാവ് നടത്തിയതായ പത്രസമ്മേളനത്തിന്റെ ഭാഗമാണ്. BJPയിലേക്ക് ആളെ കൂട്ടുവാൻ വേണ്ടി തങ്ങളുടെ ഒപ്പം നിൽക്കുന്ന വ്യക്തിയായിക്കൊണ്ട് ഇവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് സത്യത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെയാണ്. ഇതിൽ നിന്നുകൊണ്ട് നമുക്കൊന്നുകൂടി മനസ്സിലാക്കാം, ഇപ്പോൾ ഈയിടെ അടുത്തായിക്കൊണ്ട് ചില സഖാഫിമാർ അവർ ഒന്നൊന്നായിക്കൊണ്ട് BJPയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ രൂപം, അവരുടെ ചിത്രങ്ങൾ നിങ്ങൾ കാണുക. അപ്പോൾ പറഞ്ഞു വന്നത്, ഇസ്ലാമിക വിരുദ്ധമായ ആശയഗതികളിലേക്ക് ആളെ കൂട്ടുവാൻ വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ തകർക്കുവാനായിരുന്നു ഇവർ ഒരു കാലഘട്ടത്തിൽ ശ്രമിച്ചത്. 1989 തെരഞ്ഞെടുപ്പ് നടന്നതായ സമയത്ത് ഇവർ അതിനു വേണ്ടി കടന്നു. ലീഗിനെ തോൽപ്പിക്കുക കാന്തപുരം. ഇത് മനോരമയുടെ പത്രക്കട്ടിങ്ങാണ്. അതുപോലെ തന്നെ മാതൃഭൂമിയിൽ നമുക്ക് ഒന്നുകൂടി വ്യക്തമായി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ വക്താക്കളായ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണമെന്ന് AP അബൂബക്കർ മുസ്ലിയാർ ആഹ്വാനം ചെയ്തു. ലീഗുകാരെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ലീഗ് ഭരണത്തിന് അനുകൂലമായി വോട്ട് ചെയ്താൽ അള്ളാഹുവിനോട് തന്നെ സമാധാനം പറയേണ്ടി വരും. മുസ്ലിം ലീഗുകാർ അള്ളാഹുവിന്റെ മതത്തിന് എതിരാണ്. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ദീനിനെ സേവിക്കുന്ന ഉലമാക്കൾ മുസ്ലിം ലീഗിനെ എതിർക്കുവാൻ സമയം കണ്ടെത്തുന്നത്. ലീഗുകാർ ബുദ്ധി പണയം വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ലീഗ് കോമരങ്ങളെ തെരഞ്ഞെടുപ്പിൽ തകർക്കണം. മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്ന രാഷ്ട്രീയക്കാരെയല്ല വേണ്ടത്. ഇസ്ലാം മതത്തിനും പ്രവാചകനുമെതിരെ പ്രവർത്തിച്ച അബ്രഹത്തിനെ പരാജയപ്പെടുത്തിയതുപോലെ തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തണം കാന്തപുരം ആഹ്വാനം ചെയ്തു.
ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെതിരെ പരസ്യമായിക്കൊണ്ട് ഇത്തരത്തിൽ പല കാലഘട്ടങ്ങളിലും അവർ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളെ പരിപൂർണമായിക്കൊണ്ട് നിരമ്പലിശാക്കുവാനും അതിനെ ഇല്ലായ്മ ചെയ്യുവാനും അതിനെ തകർക്കുവാനും വേണ്ടി ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തുകയായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം പരസ്യമായിക്കൊണ്ട് ആര് ജയിച്ചാലും ജയിച്ചവന്റെ പിന്നാലെ കൂടുക എന്നുള്ളതായിരുന്നു ഇവരുടെ നയം. അതായത് പച്ചയിൽ പറഞ്ഞാൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രത്തെ അനുസ്മരിക്കുന്ന വിധത്തിലായിരുന്നു ഇവരുടെ എല്ലാ ഏർപ്പാടുകളും. ആര് തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്, വിജയിച്ച ആള് ഞങ്ങളുടെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കടന്നു വന്നു. ഇപ്പോൾ നോക്കൂ, ഞാൻ വായിക്കാം. തൃശൂർ സ്വന്തം ലേഖകൻ, പത്രം മലയാള മനോരമ, മാർച്ച് 22 ഞായർ. AP വിഭാഗം സുന്നികളുടെ വോട്ട് കിട്ടുന്നവർ മാത്രമേ ജയിക്കൂ. സ്വന്തം വോട്ട് കിട്ടുന്നവരെ ജയിക്കൂ. എന്നാൽ ഞങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് പരസ്യമായി കൊണ്ട് പത്രങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് പറയാൻ അവർ സന്നദ്ധരാവോ? അതാട്ടില്ല. അത്തരം ഒരു മാധ്യമം സ്വീകരിക്കാൻ അവർ തയ്യാറല്ല. വോട്ടെടുപ്പ് കഴിഞ്ഞ് അതുപോലെ തന്നെ വോട്ടെണ്ണൽ കഴിഞ്ഞ് എല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന്റെ ശേഷം ഒരു പത്രസമ്മേളനം, ഞങ്ങളുടെ ആളാ വിജയിച്ചത്. ആര് ജയിച്ചാലും അതിന്റെ പിതൃത്വം ഏറ്റെടുക്കുവാൻ വേണ്ടി കടന്നു വരുന്നു. എന്നിട്ടോ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്ന് നായികക്ക് 40 വട്ടം അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നോക്കൂ, നമ്മൾക്കൊരു രാഷ്ട്രീയവും ഇല്ല, നമ്മൾക്കൊരു രാഷ്ട്രീയവും ഇല്ല, നമ്മൾക്കൊരു രാഷ്ട്രീയവും ഇല്ല. പച്ചയായി പറഞ്ഞാൽ ലീഗ് തോൽക്കാൻ സമ്മേളനങ്ങളും അതുപോലെ തന്നെ സലാത്തുകളും നടത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ബഹുമാനപ്പെട്ട സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ തന്നെ ആ വസ്തുത വളരെ പച്ചയായി കൊണ്ട് തുറന്നു പറയും. മാർക്സിസ്റ്റ് പാർട്ടിയെ ഇവിടെ വളർത്തുവാൻ വേണ്ടിയാണ് ഈ മുസ്ലിം സംഘടനകൾ ഇവിടെ നസീഹത്തും വയതും സലാത്തും നടത്തിയത് എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ സമ്മേളനങ്ങൾ നടത്തുന്നതിന്റെയും അതിൽ ഉള്ളതായ രംഗങ്ങളും ഞങ്ങൾ വെറുതെ ആരോപിക്കുന്ന പ്രശ്നങ്ങളല്ല. നിങ്ങൾ തന്നെ വ്യക്തമായിക്കൊണ്ട് ആ രംഗങ്ങളൊന്ന് കാണൂ. വഖഫ് പാർട്ടി ആർക്കല്ലെന്നോ വഖഫ് സംരക്ഷിക്കാനുള്ളതല്ലേ? വഖഫുള്ള ഓരോറ്റ നമ്മളെ സുന്നികളാരുമില്ല. ഹജ്ജ് കമ്മിറ്റിയിൽ ഒറ്റൊന്നുമില്ല. ഇതാരുണ്ടാക്കിയത്? നിങ്ങളെ രാഷ്ട്രീയ? നമ്മൾക്കൊരു രാഷ്ട്രീയവും ഇല്ല. നോയിക്കോ, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഓരോറ്റൊന്നിന് വോട്ട് കിട്ടുമല്ലോ കേട്ടോ. സുന്നികളെ സഹായിക്കാത്ത ഓരോറ്റൊന്നിനും വോട്ട് കൊടുക്കരുത്. വേറൊന്നും പറയാനില്ല. ഓരോ പുതിയ നമ്മളെ ആള് പോണേ നമ്മളേലാണ് കാണാൻ. നമ്മക്ക് അടുത്ത തെരഞ്ഞെടുപ്പിന് വാ. നിങ്ങളെ മനസ്സിലാക്കണത് ജനങ്ങളെ മനസ്സിലാക്കണോ? മലപ്പുറത്ത് എന്തേത്തത് മുട്ടിപ്പടിയിൽ ഒരു തങ്ങളൊരു ദർശനത്തിന് അവിടെ കുറെ സ്ഥലങ്ങളൊക്കെ നിൽക്കും സ്ഥലത്തൊക്കെ തുടങ്ങി നോക്കിയപ്പോ ആളങ്ങ് കൂടി. അവിടെ സ്കൂൾ കൊടുക്കൂല. നിന്റെ മാപ്പന്റെ വേണ്ട സ്കൂള് ഗവൺമെന്റ് അനുവദിക്കുന്ന സ്കൂൾ വരെ അനുവദിച്ചു കൊടുക്കൂല. അതൊക്കെ നിങ്ങൾ തുറന്ന് മനസ്സിലാക്കിയാൽ അതിന്റെ പണി നിങ്ങൾ ഈ കൂടിയ ആളുകളോട് തൊള്ളാണ്ടല്ലാതെ പറഞ്ഞാൽ പോരാ. എല്ലാ സ്ഥലത്തും അത് നിങ്ങൾ കാണാം. അതിനാണ് ഞാൻ പറയുന്നത്. ഉള്ളാവ് കുഞ്ഞിക്കോയ തങ്ങൾ എന്ന് പറയുന്ന കാന്തപുരം വിഭാഗത്തിന്റെ പ്രസിഡന്റാണ് പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. ബഹുമാനപ്പെട്ട സൂഫി സാഹിബ് എന്ന് പറഞ്ഞ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പിതാവിനെയാണ് എന്റെ തന്തന്റെ നാട സ്കൂള് എന്ന് ചോദിച്ചുകൊണ്ട് ആക്ഷേപിച്ചിരിക്കുന്നത്. നിന്റെ മാപ്പന്റെ നാട സ്കൂള് ജനങ്ങളെ പരിപൂർണമായി കൊണ്ടും എങ്ങനെ വശത്താക്കാമോ, ഏത് രീതിയിലൊക്കെ വോട്ട് മറിക്കാമോ അതിന് വേണ്ടിയുള്ള നീക്കങ്ങളായിരുന്നു നടത്തിയിരുന്നത്. ആർക്ക് വേണ്ടി? ഇത് കേവലം കുഞ്ഞിക്കോയ തങ്ങളിൽ മാത്രം അടങ്ങി നിൽക്കുന്നില്ല. സാക്ഷാൽ AP അബൂബക്കർ മുസ്ലിയാർ തന്നെ പറയുന്നത് ക്ഷോഭം കൊണ്ട് ചുവന്ന തുടുത്ത മുഖവുമായി കൊണ്ട് കാന്തപുരം തന്റെ അണികളോട് വോട്ട് ചെയ്യാനുള്ള ആഹ്വാനം നൽകുന്നതും പ്രവർത്തിക്കുകയാണ്. ഇവര് പോയി പറഞ്ഞു കൊടുക്കുന്നതാ നമ്മളെ ഗവൺമെന്റിനോട്. അതിവിടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ഉള്ളാളം തങ്ങളും കുറച്ച് ആളുകളെല്ലാം കൂടിയിട്ട് പറഞ്ഞ ഒരു BP മൊയ്തീൻകുട്ടി മുസ്ലിയാരും അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അതൊന്നും നമ്മൾ പരിഗണിക്കണ്ട എന്ന് പറഞ്ഞാൽ
ആ പറയുന്ന ഗവൺമെന്റിനോട് ഇനി ഞാൻ പറയേണ്ടതില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും നേതാവായ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി തവല്ലല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യം വിനീതനായ ഞാനും അടിവരയിട്ട് പറയുന്നു, നിങ്ങൾ കണ്ണു തുറക്കണം. നിങ്ങൾ ഞങ്ങളെ കാണുന്നില്ലെങ്കിൽ, നിങ്ങൾ ഞങ്ങളെ ഈ കാണുന്നില്ലെങ്കിൽ ഇവിടെ ഭൂരിപക്ഷമില്ല, ജനവിധുടയില്ല എന്നാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ തെളിയിക്കാനുള്ള അവസരം ഒന്നല്ല രണ്ടല്ല പലതും അടുത്തടുത്ത് വരുന്നുണ്ട്. നിങ്ങൾ കാത്തിരിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിന്റെ ആ പരാജയങ്ങളുടെ മുകളിൽ മുഴുവൻ കയറി നിന്ന് ആർത്തട്ടഹസിച്ച് ലീഗിനെ വെല്ലുവിളിച്ചവരോട് ഞാൻ ചോദിക്കട്ടെ, എന്തു പറയുന്നു? ഇപ്പോ ഇവിടെ എത്തിയിരിക്കുന്നു രാഷ്ട്രീയ കാര്യങ്ങൾ മുസ്ലിം ലീഗിന്റെ ഒരു റാത്തലർച്ചയ്ക്ക് വേണ്ടിയിട്ടില്ലേ? അതെ, മമ്മൂഞ്ഞിമാരായിക്കൊണ്ട് പിന്നീട് കടന്നു വരികയാണ്. തെരഞ്ഞെടുപ്പിൽ പക്ഷേ പരാജയപ്പെട്ടാലോ ഞങ്ങൾ ലീഗിന് വോട്ട് ചെയ്യാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കടന്നു വരുന്നു. മുമ്പ് 1998 ഇവർ ബഹുമാനപ്പെട്ട ഗുലാം അഹമ്മദ് ബനാത്ത് വാലക്കും അതുപോലെ തന്നെ ഈ അഹമ്മദ് സാഹിബിനും എതിരെ രംഗപ്രവേശനം ചെയ്തു. അന്ന് ദീനിന് വേണ്ടത് സലാഹും റഹ്മത്തുമാണ് എന്ന് പറഞ്ഞ് മഞ്ചേരിയുടെയും പൊന്നാനിയിലെയും ഓരോ തെരുവോരങ്ങളിൽ കൂടി പ്രഭാഷണം നടത്തി അവസാനം റിസൾട്ട് പുറത്തു വന്നപ്പോ ബഹുമാനപ്പെട്ട ഗുലാം അഹമ്മദ് ബനാത്ത് വാല സാഹിബും അതുപോലെ തന്നെ ഈ അഹമ്മദ് സാഹിബും വിപ്ലവാത്മകമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചപ്പോ ഇവർ അച്ചടി നിരത്തിയത് നോക്കൂ, തിരിച്ചറിവ് സമ്മാനിച്ച തിരക്കം. ഈ സ്ഥിതിവിശേഷം ക്ഷീണമേൽപ്പിച്ചത് മുസ്ലിം ലീഗിനാണ് എന്ന് പറഞ്ഞ് അവസാനം അവരങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ അവസാന ഭാഗങ്ങളിൽ കാണാം, എല്ലാ സാധ്യതകളും ശരിക്ക് വിലയിരുത്തി സുചിന്തിതമായി സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്ന സുന്നി സമൂഹത്തിന്റെ നിലപാടാണ് മഞ്ചേരിയിലും പൊന്നാനിയിലും ലീഗ് സ്ഥാനാർത്ഥികൾക്ക് തകർപ്പം വിജയം നേടിക്കൊടുത്തതെന്ന് നിഷ്പക്ഷമതികൾ സമ്മതിക്കും. ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി കൊട്ടും കൊരുവയുമായി വന്നവർ ലീഗിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ച സമയത്ത് തിരിച്ചറിവിന്റെ തിളക്കം എന്ന് പറഞ്ഞ് അതിന്റെ പിതൃത്വം ഏറ്റെടുക്കുകയാണ്. ഇതാണ് പറഞ്ഞത്, സത്യത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ തകർക്കുവാൻ വേണ്ടി ഒരു കാലഘട്ടത്തിൽ പരസ്യമായും അതുപോലെ തന്നെ രഹസ്യമായും ഒളിഞ്ഞും തെളിഞ്ഞും രംഗപ്രവേശം ചെയ്തതായ ആളുകൾ ആര് വിജയിക്കുന്നോ അവരുടെ പിന്നാലെ കൂടുവാനുള്ള നീക്കങ്ങൾ പിൽക്കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. ഇവരുടെ അകക്കാമ്പെന്ന് പറയുന്നത് സത്യത്തിൽ കാന്തപുരം വിഭാഗം എന്ന് പറയുന്ന സുന്നികളുടെ ജന്മവാസന തന്നെ അല്ലെങ്കിൽ അവരുടെ ഈ രൂപീകരണത്തിന്റെ കാരണം തന്നെ അന്ധമായ ലീഗ് വിരോധമായിരുന്നു. ഇവർ പ്രഭാഷണങ്ങളിലും അതുപോലെ തന്നെ സ്റ്റേജുകളിലും പേജുകളിലും വെച്ചുകൊണ്ട് അവർ നിരത്തി വെച്ചത്, അവർ പറഞ്ഞു വെച്ചത് അതിന്റെ ചെറിയ ഒരു ഭാഗം നിങ്ങളൊന്ന് കാണൂ. ഈ രാഷ്ട്രീയ പാർട്ടി 1906 രൂപീകരിക്കുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളോ നേതാക്കളോ അല്ല. അന്ന് അറിയപ്പെട്ട ഷിയ നേതാക്കളായ ആഗാഖാൻ, സയ്യിദ് മുഹമ്മദ് അലി ജിന്ന തുടങ്ങിയിട്ടുള്ള ഷിയ നേതാക്കളാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. അങ്ങനെ ഇന്ത്യ വിഭജിക്കപ്പെട്ടതിന് ശേഷം 1948 ഈ ലീഗിനെ ഇവിടെ നിലനിർത്താൻ തീരുമാനിച്ചപ്പോൾ കേരളത്തിൽ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് കെ മൗലവിയും PV മൗലവി തുടങ്ങിയിട്ടുള്ള വഹാബി മൗലവിമാരാണ്. മലപ്പുറം ജില്ലയിൽ പോലും മറ്റു രാഷ്ട്രീയ കക്ഷികളിൽ അണിനിരന്ന മുസ്ലിങ്ങൾ ഒരു ഭാഗത്തും ലീഗിൽ അണിനിരന്ന മുസ്ലിങ്ങൾ മറ്റൊരു ഭാഗത്തു നിന്നാൽ ലീഗിൽ അണിനിരന്ന മുസ്ലിങ്ങൾ വളരെ കുറവാണ്. ഇവിടെ നമ്മെ അങ്ങേറ്റത്തോളം മൃഗീയമായി മർദ്ദിക്കുക, നമ്മുടെ പ്രവർത്തകന്മാരെ കൊന്നുകളയുക, എത്രത്തോളം ഇവരെന്തൊക്കെ ചെയ്തു അതൊന്നും കഴിഞ്ഞത് ഞാൻ എണ്ണിപ്പറിയല്ല. ചെയ്തതിന്റെ പാവം അനുഭവിക്കുകയാ. ഇവര് ഈ മുസ്ലിം സമുദായത്തെ ധാർമ്മികമായി അധപ്പതനത്തിന്റെ പടുകുഴിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ രാഷ്ട്രീയ പാർട്ടി ചെയ്തിട്ടുള്ളത്. പിറ്റേത് ഓഗസ്റ്റ് 15 അന്നത്തെ ചന്ദ്രിക നിങ്ങളുടെ കയ്യിലുണ്ടോ? അതെടുത്ത് നോക്കിയാൽ മതി. മുജാഹിദുകൾ അവർ ആഘോഷിക്കുകയാണ് അസമുസ്ലിയാർ മരണം. മുജാഹിദ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുജാഹിദ്, രണ്ടും വേറിട്ട് പറയേണ്ട കാര്യമില്ല. രണ്ടും സാധനം ഒന്ന് തന്നെയാണ്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളെയും അതിന്റെ നീക്കങ്ങളെയും എതിർക്കുവാൻ വേണ്ടിയിട്ടാണ് വഅലിന്റെയും അതുപോലെ തന്നെ മതപ്രഭാഷണത്തിന്റെയും വേദികൾ ഇവർ ഉപയോഗിച്ചത്. മുസ്ലിം ലീഗിന്റെ നേട്ടങ്ങളും ചോദ്യം ചെയ്യുവാനാണ് ഇവർ രംഗപ്രവേശം ചെയ്തത്. മുസ്ലിം ലീഗിന്റെ വളർച്ചയിൽ കണ്ണുകടി മൂത്തതായ ഇവരുടെ ഒരു പ്രഭാഷകന്റെ ചോദ്യം നോക്കൂ. മാത്രമുള്ള ലീഗിനെ
ഈ സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 65% കൈകാര്യം ചെയ്യാനുള്ള തുരുപ്പ് ഷീറ്റ്, അതിന്റെ ജന്മാവകാശം, അതിന്റെ തീരാവകാശം കോൺഗ്രസ് അല്ലേ ലീഗിന് കൊടുത്തത്? എന്നിട്ട് ഈ രാജ്യത്ത് വല്ല നേട്ടമുണ്ടായോ? പൊതുമരാമത്ത്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, വിദ്യാഭ്യാസം തുടങ്ങി. നിങ്ങൾ എന്തിനാണ് മുസ്ലിം ലീഗിന് ഇത്തരത്തിൽ നൽകുന്നത് എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എന്തിനാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടിക്കാരെ പോലും വളരെ വ്യക്തമായിക്കൊണ്ട് റവന്യൂ വരുമാനത്തിന്റെ ഇത്രമാത്രം ഉന്നതമായ സോഴ്സ് ഉള്ളതായ വകുപ്പുകൾ നീക്കിവെക്കുന്നു? അത് മുസ്ലിം ലീഗിന്റെ നേതാവ് തന്നെ തുറന്നു പറയുന്നതെന്ന് കാണുക. ആ ഒരു ഇത്തിരി സംശയത്തെ, ഇത്തിരി സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ 100-ൽ 1 സംശയം പോലും 67% റവന്യൂ വകുപ്പ് മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോ ഇവിടുത്തെ ഒരു ഹിന്ദു സമുദായത്തിന്റെ മനസ്സിലില്ല. അതാ കാര്യം. വിശ്വാസമാണ് അവർക്ക് ലീഗിനെ, മുസ്ലിം ഉമ്മത്തിനെ. അവർക്കറിയാം 67% കേരളത്തിലെ ഖജനാവ് തന്നെ കൊണ്ടുപോയി ഭദ്രമായി ഏൽപ്പിക്കാൻ പറ്റിയ ഒരിടം കേരളക്കരയിൽ ഉണ്ടെങ്കിൽ അത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ കൊടപ്പനക്കൽ തറവാട്ടിലാണ്. അത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ കൊടപ്പനക്കൽ തറവാട്ടിലാണ്. ഇവരുടെ യഥാർത്ഥമായ ആദർശം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ എതിർക്കല. മുസ്ലിം ലീഗിനോട് വിരോധമുള്ള ആളുകളെ ആകർഷിച്ചെടുത്തുകൊണ്ടുള്ള ഒരു ആൾക്കൂട്ടം, അതാണ് കാന്തപുരം വിഭാഗം എന്ന് പറയുന്നത്. ചില ആളുകൾ എന്തെങ്കിലും വിചാരിച്ച് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചരിത്ര വിശകലനത്തിന് വിധേയമാകണം. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോടുള്ള അന്ധമായ വികാരത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ ഒരു സംഘം പുറത്തു വന്നത് തന്നെ. കൂടുതൽ നീട്ടിപ്പരത്തി പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇത് 2006 ഇറങ്ങിയതായ കാന്തപുരം വിഭാഗത്തിന്റെ ഒരു മാസികയാണ്. തെരഞ്ഞെടുപ്പ് കാന്തപുരം നയം വ്യക്തമാക്കുന്നു. ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നു പറയുന്നുണ്ട്. ലീഗ് അധികാരത്തിൽ വന്നാൽ മുജാഹിദിസം വളരും, യഥാർത്ഥ സുന്നികൾക്ക് നീതി നിഷേധിക്കപ്പെടും, സ്ഥാപനങ്ങൾ നഷ്ടപ്പെടും, സുന്നികൾക്കെതിരെ കള്ളക്കേസുകൾ വരും, ബോർഡുകളിലും കോർപ്പറേഷനുകളിലും നമുക്ക് പ്രാതിനിധ്യം പൂർണ്ണമായി നിഷേധിക്കപ്പെടും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിഷേധിക്കപ്പെടും, സുന്നികൾ പീഡിപ്പിക്കപ്പെടും. നമ്മളുടെ വോട്ട് നമ്മെ ഉപദ്രവിക്കുന്ന നമുക്ക് നീതി നിഷേധിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ നൽകാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലുമില്ല എന്ന് ഏത് സുന്നിയും ഉറക്കെ വിളിച്ചു പറയും. ഈ നയമനുസരിച്ചായിരിക്കണം നമ്മുടെ വിലപ്പെട്ട സമ്മതിദാന അവകാശം നാം ഉപയോഗിക്കേണ്ടത്. ആരെ ദ്രോഹിച്ചവരെ സുന്നികൾക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം നൽകിയതായ അഭിമുഖത്തിലും വളരെ വ്യക്തമായിക്കൊണ്ട് ഇത്തരത്തിലുള്ളതായ ഭാഗങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആളുകളെ മുഴുവനും വഹാബികളായിക്കൊണ്ട് ചിത്രീകരിക്കുവാനുള്ള നീക്കങ്ങളാണ് ഇവർ നടത്തിയിട്ടുള്ളത്. അതിനുവേണ്ടി ഇവർ ചോദിക്കുന്നതായ ചോദ്യങ്ങൾ, മുജാഹിദ് എന്ന് പറഞ്ഞാൽ ലീഗ്, ലീഗ് എന്ന് പറഞ്ഞാൽ മുജാഹിദ്, ഇവർ ഒരു പക്ഷെ നിഷേധിച്ചേക്കാം. എന്നാലും ആ രംഗം ഒന്ന് കാണുക. മുജാഹിദ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുജാഹിദ്, രണ്ടും വേറിട്ട് പറയേണ്ട കാര്യമില്ല. രണ്ടും സാധനം ഒന്ന് തന്നെയാണ്. ലീഗ് വിരോധത്തിൽ ഡോക്ടറേറ്റ് നേടിയ തെറി പ്രഭാഷകൻ പാറന്നൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ചില ഭാഗങ്ങളൊന്ന് കാണൂ. വ്യക്തമായ ഭാഷയിൽ അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കി, ലീഗിന്റെ നേതാക്കന്മാരോടോ പ്രവർത്തകരോടോ. 1960 സ്പീക്കർ സ്ഥാനം ഏറ്റെടുത്തിട്ട് ഭരണത്തിൽ വന്നിട്ടുള്ള ലീഗ്, 67 മന്ത്രിസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഭരണത്തിൽ വന്നിട്ടുള്ള ലീഗ്, നാളിതുവരെ മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം ചെയ്തതായിട്ട് തെളിയിക്കാൻ ഈ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സാധിക്കുമോ എന്ന് വെല്ലുവിളി നിങ്ങൾ ചോദിക്കും. 90% വരുന്ന മുസ്ലിം ലീഗുകൾ സുന്നികളാണ്. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം സുന്നി സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം ചെയ്തതായിട്ട് തെളിയിക്കാൻ ഒരു ഉമ്മപെറ്റ മുസ്ലിം ലീഗാണ് സാധ്യമാണോ നിങ്ങൾ വെല്ലുവിളിച്ചോളൂ. അവരൊന്ന് തെളിയിച്ചു തട്ടെ, നമുക്ക് എന്നിട്ട് ബാക്കി നിന്നിട്ട് സംസാരിക്കാം. ഇവിടെ നമ്മൾ ഈ സംഘടന പ്രവർത്തിച്ചു മുന്നേറുമ്പോൾ മുസ്ലിം ലീഗുകാർക്ക് ഈ സംഘടിത ശക്തി ലയിക്കുന്നില്ല. അവർ പിളർത്തി, എന്നിട്ടൊരു വിഭാഗത്തെ അവർ കൂടെ കൊണ്ടുപോയി. ഇന്ന് തലപ്പത്തിരിക്കുന്ന ആളുകൾ ഈ പാർട്ടിയെ കുളത്തിലിറക്കുന്ന കാലഘട്ടത്തിൽ പാർട്ടി ശുദ്ധീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞാലിക്കുട്ടിയോ ബഷീറോ അവർ മാത്രം മാറി നിന്നാൽ പോരാ. ഇന്ന് തലപ്പത്തുള്ളവർ മുഴുവൻ മാറി നിൽക്കണം. എന്നിട്ട് പുതിയൊരു തലമുറ വരട്ടെ. സുന്നി
മുസ്ലിം ലീഗ് കൊണ്ട് എന്തുണ്ട് മെച്ചം എന്നാണ് വടശ്ശേരിക്കാരൻ മൗലവി ചോദിക്കുന്നത്. നിങ്ങളെ 4 മൂർച്ചുത്തികൾ കാലാകാലങ്ങളായി പാവപ്പെട്ടവന്റെ വോട്ട് വാങ്ങി നിങ്ങൾ സ്വയം വലുതായി, നിങ്ങളെ കുംഭ യാസ്റ്റബിൾ കൊണ്ട് വലുതായി വെറുത്തു എന്നല്ലാതെ ഈ സമുദായത്തിന്റെ ഒരു കുട്ടിക്ക് പോലും അരനയാ പൈസയുടെ നന്മ മുസ്ലിം ലീഗ് രാഷ്ട്രീയമായി ചെയ്തിട്ടില്ല. എന്നാൽ പച്ചപരമാർത്ഥമോ? ആരംഗമൊന്ന് കാണുക. സമുദായത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ വിഷവിത്തുകൾ പാകരുത്. ഇന്നത്തെ ഈ കേരളം ഉണ്ടല്ലോ, ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് മാതൃകയാണ് ഈ കേരളം. ലോക മുസ്ലിങ്ങൾക്ക് അതിശയോക്തി പറയണോ? പണ്ട് കൊടുവള്ളിയിലെ വാവാട് വന്ന് 10 കൊല്ലം മുമ്പ് ഞാനിത് പറഞ്ഞാൽ ഒരുപക്ഷെ അതിശയോക്തിയാണ്. എന്നാൽ ഇന്നതല്ല. നമ്മളുടെ കുട്ടികളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടാവും, കമ്പ്യൂട്ടർ ഉണ്ടാവും, ഇന്റർനെറ്റ് വഴി അവൻ ലോകത്തൊന്ന് നോക്കട്ടെ. ലോകത്തിലെ മുസ്ലിങ്ങളുടെ സാമൂഹ്യ പശ്ചാത്തലം പരിശോധിക്കട്ടെ. സൗദി അറേബ്യയിൽ ഉണ്ടാവില്ല. നിങ്ങൾ അറിയുമോ? കഅബയും റൗള ഷരീഫും നിലകൊള്ളുന്ന സൗദി അറേബ്യയിൽ, ആ സൗദി അറേബ്യയിൽ ഉണ്ടാവില്ല ഈ ദൈവത്തിന്റെ അനന്തമായ സാധ്യത. ഈ നാട് പോലെ സ്വന്തം രാജ്യത്തോട് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ലോകത്തിലെ ഒരു മുസ്ലിം രാഷ്ട്രീയ ശക്തി അനിഷേധ്യമാണ്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമാണ് ഈ കേരളക്കരയിൽ. അങ്ങനെ ഒരു രാഷ്ട്രീയ ശക്തി, അങ്ങനെ ഒരു രാഷ്ട്രീയ ഇച്ഛ, അങ്ങനെ ഒരു രാഷ്ട്രീയ ഫോഴ്സ് ലോകത്ത് തന്നെ ഈ കേരളക്കരയിലേ ഉള്ളൂ. ആ ഇസ്ലാമിനെ തകർക്കാൻ, ഇസ്ലാമിന്റെ സ്പന്ദനങ്ങളെ തകർക്കാൻ, ഇസ്ലാമിന്റെ മനോഹാരിതയെ തകർക്കാൻ ആസൂത്രിതമായി നടത്തുന്ന ശ്രമങ്ങളാണ് മുസ്ലിം ലീഗ് പാർട്ടിക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ ഒരു ഭാഗം. ഇത് തകർക്കുക, അത് ലീഗിന് നേരെ മാത്രമല്ല, സമസ്തയുടെ ഉരുക്കുകോട്ടയെ തകർക്കാൻ, മലയാളത്തിലെ മുസ്ലിം ഉമ്മത്ത് കൈവരിച്ച ഈ നേട്ടങ്ങളുടെ കൊട്ടാരത്തിൽ നിന്ന് അവരെ ഇറക്കിവിടാൻ എന്താ ഞങ്ങൾ മാതൃകയാക്കേണ്ടത്? ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങളെയാണോ? മഹാരാഷ്ട്രയിലെ മുസ്ലിങ്ങളെയാണോ? കശ്മീരിലെ മുസ്ലിങ്ങളെയാണോ? ഇറാഖിലെ മുസ്ലിങ്ങളെയാണോ? ആരെ പറയണം? കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ജീവിത വ്യവസ്ഥയുമായി വെല്ലുവിളിച്ചുകൊണ്ട് പകരം കാണിക്കാൻ കഴിയുന്ന ഒരു മുസ്ലിം ഉമ്മത്തിനെ നിങ്ങൾ കാണിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ, ഈ പച്ചക്കൊടി ഞങ്ങൾ താഴെ വെക്കാം. മുസ്ലിം ലീഗിനെ തകർക്കുവാൻ വേണ്ടി കമ്മ്യൂണിസത്തെ വളർത്തുവാനുള്ള മാർഗമായിരുന്നു അവർ ആലോചിച്ചത്. അതിനു വേണ്ടി മുസ്ലിം സുന്നികൾക്ക് കമ്മ്യൂണിസ്റ്റ് ആകാം, മുസ്ലിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ആകാം എന്നുള്ള ഒരു ഫത്വ അവർ പുറപ്പെടുവിക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ അവർ അതിനെ പാടെ നിഷേധിക്കുകയാണ്. വാ തുറന്നാൽ കളവ് മാത്രം പരിചയമുള്ള ആളുകൾക്ക് എന്തു പറയാം? ചെയർമാൻ സഖാഫിയുടെ വാക്കൊന്നു കേൾക്കൂ. കമ്മ്യൂണിസത്തിലേക്ക് ഞങ്ങൾ ജനങ്ങളെ പോകുന്നുവെന്ന് നിങ്ങൾ ആരോപണം ഉന്നയിച്ചത് എന്തിന്റെ പേരിലാണ്? ഇനി ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ എല്ലാവരും കമ്മ്യൂണിസ്റ്റ് ആകണം എന്നാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയാറുണ്ടോ? പറഞ്ഞതിന് രേഖയുണ്ടോ? ഏത് വിഷയവും പണ്ഡിതന്മാർ സംസാരിക്കുമ്പോൾ അവർ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലേ സംസാരിക്കേണ്ടത്? രേഖയുണ്ട് മുസ്ലിയാരെ. എത്ര രേഖ നിങ്ങൾക്ക് ഹാജരാക്കണം? സുന്നി ആദർശത്തിൽ വിശ്വസിക്കുന്ന ആർക്കും മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള ഏത് പാർട്ടിയിലും പ്രവർത്തിക്കാം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അവേലത്ത് കുഞ്ഞു സീദിക്കോയ തങ്ങൾ, സംസ്ഥാന സെക്രട്ടറി പാറന്നൂർ PP മൊയ്തീൻ മുസ്ലിയാർ, VPM വില്യാപ്പള്ളി C ഹൈദരാജി എന്നിവർ വിശദീകരിച്ചു. അതുപോലെ തന്നെ വീണ്ടും നിങ്ങൾക്ക് കാണാം, മാർക്സിസ്റ്റ് പാർട്ടി സമുദായത്തിന് ഗുണം ചെയ്യുന്ന പാർട്ടിയാണെന്നും അവർ ചെയ്ത ഗുണം സുന്നത്ത് ജമാഅത്ത് മറക്കുകയില്ല എന്നും തക്ബീറുകൾക്കിടയിൽ കാന്തപുരം പ്രസ്താവിച്ചു. 989 ജനുവരി 18 പത്രമാണിത്. ഈ ആശയത്തിൽ നിന്നുകൊണ്ട് 2009 എത്തിയപ്പോഴും മാറിയിട്ടില്ലല്ലോ. മനോരമയുടെ വാർത്തയൊന്ന് കേൾക്കൂ. പൊന്നാനിയിൽ പൊതു തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടുള്ളത് കൂടിയാണ്. അതിന്റെ വിശദമായ വിശകലനം പിന്നീട് വരുന്നത് കൊണ്ട് ഈ ഭാഗം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നാണ് കാന്തപുരത്തിന്റെ അഭിപ്രായം. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ചോദിച്ചാലോ? ന്യൂനപക്ഷങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമായും ഗവൺമെന്റ് പലപ്പോഴും അംഗീകരിച്ചിട്ടുണ്ട്. അവരുടെ അഭിപ്രായത്തിൽപ്പെട്ട പലതും ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുമ്പോൾ ആദ്യമായി ചർച്ചയ്ക്കിടുകയും ഈ ചർച്ചകളിലൂടെ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതിനാൽ ഇതൊരു പൂർണ്ണമായ ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ സൂചിപ്പിച്ചത് 989 നിന്ന് 2009 എത്തിയപ്പോഴും ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക്, പച്ചയായി പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്, CPM-ന് ഓശാന പാടുന്ന അല്ലെങ്കിൽ അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നതായ ഏർപ്പാടിൽ നിന്നുകൊണ്ട് ഈ വിഭാഗം പിന്നോട്ട് പോയിട്ടില്ല. എന്നിട്ടും അവർ ചോദിക്കുക രേഖയുണ്ടോ, തെളിവുണ്ടോ എന്ന്. ഇനിയും ഹാജരാക്കാം. തന്റെ ഇടമുണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കുക. ആ വെല്ലുവിളി ഇതാ വ്യക്തമായിക്കൊണ്ട് ഏറ്റെടുത്ത് തെളിവുകൾ സമർപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ സമുദായത്തിന്റെ മുമ്പിലേക്ക് എന്തിനാ ഇങ്ങനെ പച്ചപ്പുള്ളു പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നത്?
ഈ താടിക്കും തലപ്പാവിനും ഒന്നും ഒരു വിലയുമില്ലേ? വെറുതെ ഇത്തരത്തിലുള്ളതായ ആദർശങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് പണ്ഡിത വേഷം ധരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ തകർക്കുക എന്നുള്ളൊരു അജണ്ടയുമായി കൊണ്ട് മാത്രം ഈ ഭൂമികയിലൂടെ നടക്കുന്നു. ഇതാണോ ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത്? മാത്രമല്ല, നിങ്ങൾ അരിവാൾ സുന്നികളാണ് എന്ന്, കമ്മ്യൂണിസത്തിന്റെ വാക്താക്കളാണ് എന്ന് നിങ്ങൾ തന്നെ പച്ചയായിക്കൊണ്ട് അംഗീകരിക്കുന്നു. പറന്നൂർ പി മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെ വാക്കുകളൊന്ന് കേൾക്കൂ. ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മള് LDFന്റെ ആളുകളാണ്. ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മള് LDFന്റെ ആളുകളാണ്. അരിവാൾ ശൂന്യായി പോയത് കൊണ്ടിട്ട് നമ്മള് ആരെങ്കിലും ഉണ്ടായാൽ ഞാൻ വഖഫ് ബോർഡ് ചെയർമാനാകൂല. നമ്മൾ അരിവാൾ ശൂന്യായി പോയത് കൊണ്ടാ പാടില്ല എന്ന് പറഞ്ഞത്. അതെ, നിങ്ങൾ അരിവാൾ സുന്നികളാണ്, സമ്മതിച്ചാ പോരെ. പിന്നെയും എന്തിനാണ് ഇത്തരത്തിലുള്ളതായ പൊറാട്ട് നാടകങ്ങൾ കാണിക്കുന്നത്? എന്തിനാ പൊതുജനത്തെ ഇങ്ങനെ കബളിപ്പിക്കുന്നത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കളെയും അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആശയ ആദർശങ്ങളെയും തേജോവധം ചെയ്യുവാനാണ് നിങ്ങൾ പല സമയങ്ങളും ഉപയോഗിച്ചത്. എന്തായിന്നറിയോ, നമ്മുടെ ഇസ്ഹാക്ക് ഗുരുക്കത്ത് തോന്നി എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് രോഗമെല്ലാം മാറണമെങ്കിൽ ഇപ്പൊ ആരെങ്കിലും പോയി കാണണ്ടേ? നമ്മളെ ദ്വാക്കുത്തരുള്ള തങ്ങന്മാരെ മൊയ്യാമരൊന്നും കണ്ടൂടാ, കാരണം അന്നേരം പിന്നെ ഇങ്ങോട്ട് കേറ്റൂലോ. അപ്പൊ സിറാജുൽ ഒന്നും വേർപ്പിക്കാൻ പറ്റുമോ ഇസ്ഹാക്ക് ഗുരുക്കക്ക്? പിന്നെ സുബ്ഹാനല്ലാഹ് അയാളെ കേറ്റുവോ? പിന്നെ അത് പിന്നെ എടിയാ പോവാ? അപ്പം പിന്നെ ഏതെങ്കിലും ദ്വാക്ക് ജാപത്തുള്ള സ്ഥലത്ത് പോണ്ടേ? അങ്ങനെയെല്ലാം കൂടി പോയ ഫോട്ടോ എന്റെ അടുത്ത് പത്രത്തില് ആരെടുത്താ പോയേ? മാതാ അമൃതാനന്ദമയി അമ്മേന്റെ അടുത്താ പോയെ. അമ്മേന്റെ അടുത്ത് പോയിട്ട് എന്താ ഉണ്ടായെന്ന് പിന്നെ പറയണോ? സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ പൊത്തി പിടിക്കലല്ലേ. അമ്മയും ഇയാളും തമ്മിൽ പിന്നെ മുഖം വെച്ചിട്ടല്ലേ പരിപാടി. ഒരൊറ്റ പൊത്തി പിടിക്കലല്ലേ. അമ്മയും ഇയാളും തമ്മിൽ പിന്നെ മുഖം വെച്ചിട്ടല്ലേ പരിപാടി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതുകൊണ്ടല്ലേ അവരെ മഞ്ചേരി MLA അമൃതാനന്ദമയെ പിടിച്ചങ്ങ് മാറ്റുക. പ്രശ്നമില്ലല്ലോ, പരസ്യമായിട്ട് മാറ്റുക. ഒരു പ്രശ്നമില്ല. അവർ വിദ്യാഭ്യാസ മന്ത്രി നാടകത്ത് സൂപ്പി 2 വട്ടം പരപ്പനങ്ങാടി പണിക്കലെത്തുന്ന കവടി നടത്തി. സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങളെ ജയിലിൽ കുടുക്കിയത് നിങ്ങളാണ്, ലീഗുകാരാണ്. അതേ മലപ്പുറത്തെ ലീഗുകാർ അവർ ഒറ്റുകൊടുത്തതാണ്. മുസ്ലിം ലീഗിന്റെ കുത്തകയൊന്നുമല്ല മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലന്റെ വിഷയം വരുമ്പോ നിങ്ങൾ മൂത്താപ്പാന്റെ തറവാട് സ്വത്തുപോലെ നിങ്ങളിങ്ങനെ ഇളകുന്നത് കാണാം. അതേ സമയത്ത് നെൽപ്പാടം തൂർത്തുകൊണ്ട് ഇപ്പം ഹൈസ്പീഡ് റോഡ് ഉണ്ടാക്കണോ എന്ന് ചോദിക്കാരെ നമ്മളെ ഈ തിരൂരങ്ങാടി PSMO കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ തലവനുണ്ട് KT ജലീൽ, വിവരമുള്ള ആളാണ്. അയാൾ ചോദിച്ചു, തിരുവനന്തപുരത്തേക്ക് കാസർകോട്ടിൽ നിന്നൊരു ഹൈസ്പീഡ് റോഡ് വന്നാൽ ഒരുപാട് നെൽകൃഷി നഷ്ടപ്പെടൂര്, തെങ്ങോട്ട് പോവൂര്, അതുകൊണ്ട് അതിപ്പോ വേണോ? അയാളെ സസ്പെൻഡ് ചെയ്തു. വലിയ ഹുങ്ക് പറയുന്ന കമ്പനി, നിന്റെ എല്ലാമെല്ലാമായ ആള് കിട്ടിയ മന്ത്രിപ്പണി എന്തിന് രാജിവെച്ചു എന്ന് ഭാവിയിലുള്ള ചരിത്ര വിദ്യാർത്ഥി പഠന വിഷയമാക്കും. നീയൊക്കെ അല്പം ബുദ്ധി ഉണ്ടെങ്കിൽ, അല്പം തൊലിക്കെട്ടി ഉണ്ടെങ്കിൽ ചിന്തിക്കാം. നിന്റെ സംസ്ഥാന സെക്രട്ടറി ജനറല് കിട്ടിപ്പോയ മന്ത്രിപ്പണി എന്തിന് രാജിവെക്കേണ്ടി വന്നു എന്ന് ഭാവിയിൽ ഇവിടെ ഹിസ്റ്ററി പഠിക്കുന്ന വിദ്യാർത്ഥി പഠന വിധേയമാക്കും. അന്ന് ആ കുട്ടി പഠിക്കുന്നത് എന്തായിരിക്കും? ഉറപ്പില്ലല്ലോ കമ്പനി. നിനക്ക് ഇനിയും ബുദ്ധി വരുന്നില്ലല്ലോ. നിന്റെ ബുദ്ധി കമ്മിയിൽ സർവ അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് ഉസ്താദിന് പുലിക്കുട്ടികളുണ്ട് ഇവിടെ. ഏത് പുലിക്കുട്ടി? ആദർശത്തിന്റെ പുലിക്കുട്ടി. അല്ലാതെ പുലി എന്ന പേരിൽ നേരത്തെ ആരെല്ലാമോ രംഗത്ത് വന്നിരുന്നു. അത് ഞങ്ങളെ പ്രസ്ഥാനത്തിന്റെ ആളുകളായിരുന്നില്ല. ചരിത്രത്തിൽ ആദ്യമാണ് അത്രയും വലിയൊരു ഭൂരിപക്ഷം ഒരു അസംബ്ലി മണ്ഡലത്തിൽ കിട്ടുന്നത്. അത് കിട്ടിയപ്പോ എട്ടുകാരി ഞാനൂര് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉടനെ പറഞ്ഞു. അത് കിട്ടിയപ്പോ എട്ടുകാരി ഞാനൂര് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉടനെ പറഞ്ഞു. അത് കിട്ടിയപ്പോ എട്ടുകാരി ഞാനൂര് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉടനെ പറഞ്ഞു, ഞങ്ങളെ പഞ്ചായത്തുകളൊക്കെ ഭദ്രാണ്. മതപ്രഭാഷണ വേദികളും സലാത്ത് മജ്ലിസുകളും പോലെ ഇതിനു വേണ്ടി നിങ്ങൾ ദുരുപയോഗപ്പെടുത്തി. ലീഗ് വിരോധത്തിന്റെ ഹുങ്കിൽ ഇടതുപക്ഷത്തിന്റെ പരിപൂർണമായി കൊണ്ട് ഓശാന പാടുവാനും അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുവാനുമായിരുന്നു
നിങ്ങൾ പിന്നീട് ഇറങ്ങിത്തിരിച്ചത്? പൊന്നാനിയിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരിക, പുതിയ കുറച്ച് പ്രശ്നങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലും അതുപോലെ തന്നെ മലപ്പുറത്ത് മത്സരിക്കുവാൻ വേണ്ടി സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയത്രേ. ആരാണ് ഈ സ്വന്തം സ്ഥാനാർത്ഥികൾ? ടി കെ ഹംസ എന്ന് പറയുന്ന CPM-ന്റെ MP ആയ സാക്ഷാൽ ടി കെ ഹംസ മഞ്ചേരിയിൽ മുൻകാലഘട്ടത്തിൽ അതിന്റെ മുമ്പ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ KPA മജീദിനെ പരാജയപ്പെടുത്തിയപ്പോഴേക്കും ടി കെ ഹംസ സ്വന്തം ആളായിക്കൊണ്ട് അവരോധിക്കപ്പെടുകയായിരുന്നു. ടി കെ ഹംസ പറയുന്നത് നോക്കൂ. ത്തിന്റെ കൊടിയുയർത്തി മലപ്പുറത്ത് ടി കെ ഹംസ നാടകീയമായി പ്രഖ്യാപിച്ചത് താനൊരു കാന്തപുരം സുന്നിക്കാരനെന്നാണ്. പിണറായി അടക്കം പല CPM നേതാക്കൾക്കും കാന്തപുരവുമായി അടുത്ത ബന്ധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞുവെച്ചു. കാന്തപുരം വിഭാഗമായിട്ട് അടുപ്പം മാത്രമല്ല, ഞാനൊരു AP സുന്നിയാണ്. കാന്തപുരം വിഭാഗമായിട്ട് അടുപ്പം മാത്രമല്ല, ഞാനൊരു AP സുന്നിയാണ്. അത് ഞാൻ മനസ്സിലായില്ല. അത് ഞാൻ മനസ്സിലായില്ല. ഞാനൊരു സുന്നിയാണ്. ആ ബന്ധമാണ് അവിടെയുള്ളത്. എന്നാൽ അവിടെ വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും എന്നെക്കാൾ ബന്ധമുള്ള നേതാക്കന്മാരുണ്ട്. സഖാവ് പിണറായി വിജയൻ വളരെയധികം ബന്ധമുള്ള ഒരാളാണ്. അത് ഞാൻ മനസ്സിലായില്ല. എന്നാൽ പൊന്നാനിയിൽ അവർ ഒരു പടി കൂടി മുന്നോട്ട് പോയി സ്വന്തം സ്ഥാനാർത്ഥിയായ സാക്ഷാൽ ഹുസൈൻ രണ്ടത്താണിയെ അവർ അവരോധിച്ചു. അവർ ഇന്ന് നിഷേധിക്കുന്നുണ്ട് ഹുസൈൻ രണ്ടത്താണി സുന്നി പ്രസ്ഥാനത്തിന്റെ ആളല്ല, സുന്നി സമൂഹത്തിന്റെ ആരുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇതിൽ നിന്നുകൊണ്ടൊരു വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട്. ഹുസൈൻ രണ്ടത്താണി ആരാണ് എന്ന് പത്രങ്ങളൊക്കെ വളരെ വ്യക്തമായി കൊണ്ട് എഴുതിയിട്ടുണ്ട്. അതിനെ നിഷേധിക്കാൻ കാന്തപുരം വിഭാഗത്തിന് സാധ്യമാവുകയില്ല. കത്തി കൊണ്ട് കുത്തിയവരെ ചൂണ്ടുവിരൽ കൊണ്ട് പാഠം പഠിപ്പിക്കണം. ഇത് മുഖപത്രം എന്ന് പറയുന്ന സാക്ഷാൽ കാന്തപുരം വിഭാഗം മലപ്പുറം സലാത്ത് നഗറിൽ വെച്ചുകൊണ്ട് ഇറക്കിയതായ പത്രമാണ്. ആ പത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാ നോക്കൂ. എങ്കോമിയം വേദിയിലെത്തിയ പൊന്നാനി മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയെ മഹാസംഗമത്തിന്റെ നായകൻ സയ്യിദ് ഖലീലുൽ ബുഖാരി തങ്ങൾ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നു. അതിൽ പറയുന്നു, സുന്നികൾക്ക് നേരെയുള്ള സമുദായ പാർട്ടിയുടെ ആക്രമണങ്ങളെ തിരിച്ചറിയണമെന്നും തെരഞ്ഞെടുപ്പ് ഇതിനെതിരെയുള്ള വിധിയെഴുത്താവണമെന്നും ഇതിൻ സമ്മേളനം ആഹ്വാനം ചെയ്തു. തങ്ങളെ സ്നേഹിച്ചവരെ തിരിച്ചും സഹായിക്കുമെന്നും തങ്ങളുടെ മുൻ നിലപാടുകളിൽ മാറ്റം വരുത്തിയില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. സുന്നികളെ ആശയക്കുഴപ്പത്തിലാക്കി രാഷ്ട്രീയ മുതലെടുപ്പിന് സാധ്യമാവില്ലെന്നും സമ്മേളനം മുന്നറിയിപ്പ് നൽകി. പൊന്നാനി മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ നമ്മെ സഹായിച്ചവരെ സഹായിക്കാൻ സുന്നികൾ തയ്യാറാവുമെന്ന് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി എൻകോമിയം സന്ദേശത്തിൽ വളരെ വ്യക്തമാക്കി. കാന്തപുരത്തിന്റെ നിലപാടും അതുപോലെ തന്നെ. സുന്നികൾക്ക് ഗുണം കിട്ടുന്നവരെ എപ്പോഴും സഹായിക്കും, അല്ലാത്തവരെ തോൽപ്പിക്കുകയും ചെയ്യും. ലീഗിനെതിരെ വോട്ട് ചെയ്യണമെന്ന് സുന്നി നേതാക്കൾ ഇതാ ആ പത്രത്തിൽ തന്നെ നോക്കൂ. സുന്നികളെ ഒതുക്കാൻ ശ്രമിച്ചവർ തോറ്റമ്പിയ ചരിത്രമാണ് കൺമുന്നിലുള്ളത് എന്ന് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ള തങ്ങൾ പറഞ്ഞു. സുന്നികളെ കത്തിയെടുത്ത് കൊന്നവരെ തെരഞ്ഞെടുപ്പിൽ വിരൽ കൊണ്ട് നേരിടുമെന്ന് സ്വാഗത പ്രസംഗം നടത്തിയ SYS ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി പറഞ്ഞു. കുണ്ടൂർ ഉസ്താദിന്റെ മകൻ കുഞ്ഞുവിന്റെയും അമ്പലക്കണ്ടിയിലെ അബ്ദുൽ ഖാദറിന്റെയും ലീഗ് ഹുങ്കിൽ മനംനൊന്ത ഗുരുവര്യരുടെ ഗുരു OK ഉസ്താദിന്റെയും തിക്താനുഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു കൂറ്റമ്പാറയുടെ പ്രസംഗം. എവിടെയെങ്കിലും നടന്ന രാഷ്ട്രീയ കലാപങ്ങൾ മുഴുവനും സുന്നി ലീഗ് എന്ന് പറഞ്ഞ് AP വിഭാഗം വളരെ ഹീനമായിക്കൊണ്ടുള്ള പ്രചരണങ്ങളും കുപ്രചരണങ്ങളും എക്കാലഘട്ടത്തിലും നടത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് കടക്കുകയല്ല. പൊന്നാനിയിലെയും മലപ്പുറത്തെയും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും വേദിയിലുണ്ടായിരുന്നു. പൊന്നാനിയിലെയും മലപ്പുറത്തെയും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെയും വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് ഇവർ സമ്മേളനം നടത്തിയത്. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ വോട്ട് ചെയ്യാൻ പറഞ്ഞവർ ഞങ്ങൾ വോട്ട് ചെയ്തവരെ വിജയിക്കൂ എന്ന്. ഏറെക്കുറെ സമ്മേളനം തീർന്ന ശേഷമാണ് ടി കെ ഹംസ സ്ഥലം വിട്ടത്. ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി കടന്നു വരുമ്പോൾ സദസ്സ് തക്ബീർ മുഴക്കി ഇളകി മറിഞ്ഞത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അതുപോലെ തന്നെ നോക്കൂ, ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആശീർവദിക്കുന്ന രംഗമാണിത്. ഞങ്ങൾ ഹുസൈൻ രണ്ടത്താണി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയല്ല, ഞങ്ങൾ അദ്ദേഹത്തിന് വോട്ട് പിടിച്ചിട്ടില്ല എന്നൊക്കെ തോറ്റപ്പോ നിങ്ങൾ പറഞ്ഞു. ആ രംഗം നിങ്ങളൊന്ന് കാണുക. അദ്ദേഹം ഞങ്ങളുടെ SYS-ൽ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം ഞങ്ങളുടെ SYS-ൽ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ്. പറയ്, ഹുസൈൻ രണ്ടത്താണി ആരുടെ സ്ഥാനാർത്ഥിയാണ്? സാക്ഷാൽ നിങ്ങളുടെ പ്രസിഡന്റായ
ഉള്ളാൾ തങ്ങളാണ് ആശീർവദിക്കുന്നത്. എന്താ അടിക്കുറപ്പ് കൊടുത്തത്? പൊന്നാനി പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി മഅ്ദിൻ എങ്കോമിയം സമ്മേളന വേദിയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അധ്യക്ഷൻ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളുടെ ആശീർവാദം സ്വീകരിക്കുന്നു. സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ ബുഖാരി സമീപം. ഇതോ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരിൽ നിന്ന് അനുഗ്രഹം വാങ്ങുന്നു. പാറന്നൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെ ലേഖനം ആ മുഖപത്രത്തിൽ നമുക്ക് വായിക്കാം. കുണ്ടൂരിന്റെ കണ്ണീരും അമ്പലക്കണ്ണിയുടെ ചോരയും ലീഗിനെന്ത് പറയാനുണ്ട്? മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ബലിയാടുകളാണ് ഈ പറഞ്ഞ വ്യക്തികൾ എന്ന് പറഞ്ഞ് അവരെ പരാജയപ്പെടുത്തണമെന്നാണ് പാറന്നൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാർ എഴുതി വെച്ചത്. വീണ്ടും നിങ്ങൾക്ക് കാണാം, എങ്കോമിയം വേദിയിൽ ഡോക്ടർ രണ്ടത്താണി താരമായി. പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിക്ക് സുന്നി നേതൃത്വത്തിന്റെയും അണികളുടെയും പൂർണ്ണ പിന്തുണ. ഇന്നലെ മലപ്പുറം മഅ്ദിൻ എങ്കോമിയം നഗറിൽ നടന്ന മഹാസമ്മേളനത്തിൽ വ്യക്തമായ സന്ദേശം ഡോക്ടർ ഹുസൈനെ വൻ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാനായിരുന്നു. എങ്കോമിയം നഗരിയിലേക്ക് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി കടന്നു വന്നത് ജനസാഗരത്തെ ആവേശഭരിതമാക്കി. പൊന്നാനിയുടെ ചരിത്രം തിരുത്താൻ പടക്കിറങ്ങിയ ചരിത്ര ഗവേഷകനെ തക്ബീർ ചൊല്ലിയാണ് സദസ്സ് സ്വീകരിച്ചത്. വേദിയിലും സ്ഥാനാർത്ഥി നിറഞ്ഞു നിന്നു. മഹാസമ്മേളനത്തിന്റെ നായകൻ സയ്യിദ് ഖലീലുൽ ബുഖാരി തങ്ങൾ ഡോക്ടർ രണ്ടത്താണിയെ ആശ്ലേഷിച്ചു സ്വീകരിച്ചു. സുന്നി പ്രസ്ഥാനത്തിന്റെ പടത്തലവൻ ശൈഖുനാ കാന്തപുരത്തിന്റെ മുന്നിലെത്തിയപ്പോൾ ക്യാമറകൾ മിന്നിമറിഞ്ഞു. സദസ്സിനെ പ്രകമ്പനം കൊള്ളിച്ച് പ്രസ്ഥാനത്തിന്റെ പരമാധ്യക്ഷൻ അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ള ഡോക്ടർ രണ്ടത്താണിയെ അനുഗ്രഹിച്ചതും ജനലക്ഷ്യത്തിന് ആവേശഭരിതമാക്കി. സമ്മേളന വേദിയിൽ നിന്നിറങ്ങിയ സ്ഥാനാർത്ഥിയെ ജനലക്ഷങ്ങൾ പൊതിഞ്ഞു. പ്രവർത്തകരുടെ സ്നേഹവായ്പകൾ മുന്നിൽ അദ്ദേഹം കീഴടങ്ങി. വൻഭൂരിപക്ഷത്തിൽ താങ്കളെ ഞങ്ങൾ വിജയിപ്പിക്കുമെന്ന് ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നതും കേട്ടു. സ്വാഗത പ്രസംഗത്തിലും സയ്യിദ് ഖലീലുൽ ബുഖാരി തങ്ങളുടെ എങ്കോമിയം സന്ദേശത്തിലും കാന്തപുരത്തിന്റെ മുഖ്യപ്രഭാഷണത്തിലും പൊന്നാനിയിൽ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിക്ക് വോട്ട് ചെയ്യാനുള്ള വ്യക്തമായ സൂചനകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് റിസൾട്ട് വരുന്നത് വരെ ഒന്നും മിണ്ടിയില്ല, അതിന് നിഷേധിച്ചില്ല. അവസാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പരാജയപ്പെട്ട് മാളത്തിൽ ഒളിച്ച് പുറത്തിറങ്ങാൻ പറ്റാതെ വഷളായ സമയത്താണ് അവർ പറയുന്നത്. അരങ്ങമൊന്ന് നോക്കൂ. അദ്ദേഹം ഞങ്ങളുടെ SYS-ൽ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം ഞങ്ങളുടെ SYS-ൽ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഇതവരുടെ നേരത്തെ സൂചിപ്പിച്ചതായ ഒരു മാസികയാണ്. അതിൽ കണ്ണിയത്തിന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഹുസൈൻ രണ്ടത്താണിക്ക് വോട്ട് പിടിച്ചതിന്റെ ഹീനമായ രംഗങ്ങൾ കാണാം. കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഏറ്റവും ബാധ്യതയുള്ളത് EK വിഭാഗത്തിനാണ്. EK വിഭാഗത്തിന്റെ വോട്ട് കൂടി കിട്ടുവാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച ശ്രമമാണിത്. ഇപ്പോൾ ഇതാ സുന്നിയാണ് എന്ന പരിഗണന വെച്ചുകൊണ്ട് സമസ്തയുടെ നയത്തിന് അനുകൂലമായി തന്നെ ഒരു സ്ഥാനാർത്ഥിയെ ഇടതുമുന്നണി സ്വതന്ത്രയായി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആരുടെ സ്ഥാനാർത്ഥിയാണെന്ന് കണ്ടില്ലേ? കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഏറ്റവും ബാധ്യതയുള്ളത് EK വിഭാഗത്തിനാണ്. പൊന്നാനിയിൽ ഉൽപ്പതിഷ്ണു ബുദ്ധിജീവിക്കെതിരെ, അതായത് ET മുഹമ്മദ് ബഷീറിനെതിരെ ഡോക്ടർ ഹുസൈനെ വിജയിപ്പിക്കാൻ EK വിഭാഗമാണ് മുൻപന്തിയിൽ നിൽക്കേണ്ടത്. സുന്നി പ്രവർത്തകർ പിന്നിൽ നിന്നാൽ മാത്രം മതി. പൂർവികരെ തള്ളിപ്പറയാനാണ് EK വിഭാഗത്തിന്റെ ഉദ്ദേശമെങ്കിൽ അവർക്ക് അങ്ങനെയാകാം. മുസ്ലിം ലീഗിനെ തകർക്കുവാൻ വേണ്ടി ഹുസൈൻ രണ്ടത്താണിക്ക് EK വിഭാഗത്തിന്റെ പിന്തുണ ഉണ്ടാകുവാൻ വേണ്ടിയാണ് കണ്ണിയത്തിന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരിചയപ്പെടുത്തിയത്. അതിനുവേണ്ടി ET മുഹമ്മദ് ബഷീറിനെ മുജാഹിദായിക്കൊണ്ട് ചിത്രീകരിക്കുകയാണ്. തങ്ങളുടെ താല്പര്യങ്ങളും തങ്ങളുടെ ആവേശങ്ങളും ഒക്കെ നേടിയെടുക്കുവാൻ വേണ്ടി വഹാബികളെ സ്വീകരിക്കുന്നത് ഇക്കാലഘട്ടത്തിൽ അവർക്ക് പുത്തരിയല്ല എന്നുള്ളതിന് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ടല്ലോ. ഇതുകൊണ്ട് ഞങ്ങളുടെ ലക്ഷ്യം അതല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കടക്കുന്നില്ല. ഞങ്ങളുടെ ആളല്ല എന്നാണ് ഇപ്പോൾ തുറന്നു പറയുന്നത്. ഇത് പത്രത്തിൽ വന്ന വാർത്തയാ. അതിൽ നമുക്ക് വളരെ വ്യക്തമായി കൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. AP വിഭാഗത്തിന്റെ മതവിദ്യാഭ്യാസ ബോർഡ് അംഗവും ഇവരുടെ പൂങ്കാവനം മാസികയുടെ ചീഫ് എഡിറ്ററുമായിരുന്നു രണ്ടത്താണി. പൊന്നാനിയിൽ രണ്ടത്താണിക്ക് വേണ്ടി AP വിഭാഗം പ്രത്യേക സ്ക്വാഡ് വർക്കും നടത്തിയിരുന്നു. താൻ ഒരു മാർക്സിസ്റ്റുകാരനാണ് എന്നതിനേക്കാൾ ആവേശത്തോടെയാണ് TK ഹംസ ഞാൻ AP സുന്നിക്കാരനാണെന്ന് അവകാശപ്പെട്ടത്. മലപ്പുറത്തും AP സുന്നി വിമർശക്ക് അനുകൂലമായി കൊണ്ട് പ്രവർത്തിച്ചിരുന്നു. കാന്തപുരം ഫാക്ടറും CPM-നെ തുണച്ചില്ല. പത്രങ്ങളൊക്കെ അത് തുറന്നെഴുതിയിട്ടുണ്ട്. അതിനിപ്പോൾ ഇങ്ങനെ തുള്ളിക്കളിച്ചിട്ട് കാര്യമില്ല. തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പിൽ അണികളെ ആവേശഭരിതമായി കൊണ്ട് ഇളക്കി വിട്ടില്ല. രംഗം ഒന്നുകൂടി നമ്മൾക്കൊരു രാഷ്ട്രീയമില്ല. നോയിക്കോ, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റൊന്നിന് വോട്ട് കിട്ടിയത് കേട്ടോ.
സുന്നികളെ സഹായിക്കാത്ത ഒരൊറ്റൊന്നിനും വോട്ട് കൊടുക്കരുത്. ഇപ്പോൾ പരാജയത്തിൽ മനംനൊന്തപ്പോൾ കലം മാറി ചവിട്ടുകയാണ്. പച്ചയായി പറഞ്ഞാൽ വീണിടത്ത് കിടന്നുകൊണ്ട് ഉരുളുകയാണ്. ഞങ്ങൾ വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള പോലും നമ്മൾ കണ്ടില്ലേ, ഗുണം കിട്ടുന്ന പാർട്ടി ഏതാണെന്ന് നോക്കി വോട്ട് ചെയ്യണമെന്നല്ലാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇന്നുവരെ ഒരു നയം വേറെ പ്രഖ്യാപിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നാണ് കാന്തപുരത്തിന്റെ അഭിപ്രായം. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ചോദിച്ചാലോ? ന്യൂനപക്ഷങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമായും ഗവൺമെന്റ് പലപ്പോഴും അംഗീകരിച്ചിട്ടുണ്ട്. അവരുടെ അഭിപ്രായത്തിൽപ്പെട്ട പലതും ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുമ്പോൾ ആദ്യമായി ചർച്ചക്കിടുകയും ഈ ചർച്ചകളിലൂടെ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതിനാൽ കളവ് പറയുന്നത് പുത്തരിയല്ലാത്തവർ, കളവ് പറയുന്നതിന്റെ ഒരു പ്രശ്നവും കാണാത്തവർ, അവർ ഇതല്ല ഇതിന്റെ അപ്പുറവും പറയും. എന്നാൽ ഇവരുടെ സ്വഭാവത്തിന്റെ വ്യക്തമായ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചുകൊണ്ട് ചെയർമാൻ സഖാഫി തന്നെ ചോദ്യം ചെയ്യുന്നതെന്ന് കാണുക. നിങ്ങൾ കള്ളം പറയരുത്. ഫൈനൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കള്ളം തെമ്മാടിത്തത്തിലേക്ക് നയിക്കും. വൈനൽ ഫുജൂറ യഹ്ദി ഇയ്യാകും വൽ കദിബ, നിങ്ങൾ കള്ളം പറയരുത്. ഫൈനൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കള്ളം തെമ്മാടിത്തത്തിലേക്ക് നയിക്കും. വൈനൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ, ഫുജൂർ നരകത്തിലേക്ക് നയിക്കും. വമാ യസാലുൽ അബ്ദു യക്ദിബു, അടിമ കളവ് പറഞ്ഞുകൊണ്ടിരുന്നാൽ, വയതഹറൽ കദിബ, കള്ളം അങ്ങനെ ധാരാളം പറഞ്ഞു ജീവിച്ചാൽ, ഹത്താ യുക്തബ ഇൻദല്ലാഹി കദാബൻ, അല്ലാഹുവിന്റെ അടുക്കൽ ധാരാളം കള്ളം പറയുന്ന കദാബിന്റെ കൂട്ടത്തിൽ എഴുതപ്പെടും. തീർന്നില്ല. ഇവരുടെ സ്ഥാനാർത്ഥികളാണെന്ന് പറഞ്ഞുകൊണ്ട് അവതരിക്കപ്പെട്ടതായ ആളുകൾ മലപ്പുറത്ത് നടന്നത് വിശുദ്ധ ബദർ യുദ്ധം എന്നാണ് ഹുസൈൻ രണ്ടത്താണി പരിചയപ്പെടുത്തിയത്. ബദരീങ്ങളെയും അതുപോലെ തന്നെ മലായികത്തിനെയും വളരെ നികൃഷ്ടമായി കൊണ്ട് ചിത്രീകരിച്ചു. വിശുദ്ധ ബദർ യുദ്ധമായതുകൊണ്ട് തന്നെ ധാരാളം മലക്കുകൾ ലീഗ് എന്ന ഖുറൈശി പടയെ തുരത്താൻ എനിക്കും ടി കെ ഹംസക്കും വോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വോട്ടെണ്ണേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു. പെട്ടിയിൽ അത്രയധികം മലക്കുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടത്താണിയുടെ വിജയപ്രഖ്യാപനത്തെ ഹർഷാരവത്തോടെയാണ് CPM DYFI പ്രവർത്തകർ വരവേറ്റത്. മലക്കുകളെയും അതുപോലെ തന്നെ ബദരീങ്ങളെയും നീചമായി കൊണ്ടവർ ചിത്രീകരിച്ചു. തീർന്നില്ല. അതുപോലെ തന്നെ മറ്റൊരവസരത്തിൽ സാക്ഷാൽ ടി കെ ഹംസ പറഞ്ഞത്, ഞാൻ AP സുന്നിയാണെന്ന് ആവേശത്തോട് പറഞ്ഞ ടി കെ ഹംസ, അദ്ദേഹം പറയുന്നു, അള്ളാന്റെ വിധി ഇന്ന് 11 മണിക്ക് വരും. വോട്ട് രാവ് വല്ലാത്തൊരു രാവാണ്. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ പോലെയാണ്. ഇന്ന് ലൈലത്തുൽ ഖദർ വന്ന് പെട്ടിയിലേക്ക് കയറി കിട്ടിയാൽ രക്ഷപ്പെടും. ലൈലത്തുൽ ഖദറിന്റെ രാവായിക്കൊണ്ടാണ് വോട്ട് രാവിനെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത്തരം ഒരു തട്ടകത്തിലേക്ക് ഇസ്ലാമികമായ ചിഹ്നങ്ങളെയും ഇസ്ലാമികമായ ആശയങ്ങളെയും ഒക്കെ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ സ്വാർത്ഥ താല്പര്യങ്ങളുമായി കൊണ്ട് കൂട്ടിക്കുഴക്കുവാൻ ഇറങ്ങിത്തിരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് കാന്തപുരം വിഭാഗം എന്ന് പറയുന്ന ലീഗ് വിരുദ്ധ കോക്കസിന് ഒഴിവാകാൻ സാധിക്കുമോ? ഇപ്പോൾ അവർ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുടെ പൊതുപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചതായ ആളുകൾ ഇന്ന് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളെ കുറിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് രംഗപ്രവേശം ചെയ്യുകയാണ്. ആ രംഗം ഒന്ന് കാണൂ. ഇവർക്ക് അവസാനത്തെ ഒരു അടവ് പാണക്കാട്ട് തങ്ങന്മാരെ കുറ്റം പറയുന്നു. പാണക്കാട് തങ്ങൾ തന്നെ അംഗീകരിക്കുന്നു നോക്കാം. എന്നാൽ അവരുദ്ദേശിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഞാൻ ചോദിക്കുന്നു, ഈ നാട്ടിലുള്ള മുഴുവൻ ശക്തികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു കെൽമത്ത് എന്റെ നാവ് കൊണ്ടോ ഞങ്ങളുടെ ഉലമാക്കളുടെ നാവ് കൊണ്ടോ ആ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കോ അവരുടെ കുടുംബത്തിനോ എതിരായി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പ്രസ്താവിച്ചിട്ടുണ്ടോ? അത് തെളിയിക്കാൻ സാധ്യമല്ല. ഉള്ള ആൺകുട്ടികൾ മുന്നോട്ട് വരണം. ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ എന്നാ പറഞ്ഞത്. ആൺകുട്ടികൾ ഉണ്ട് മുസ്ലിയാരെ. കാന്തപുരം ഗ്രാമത്തെ പ്രകമ്പനം കൊള്ളിച്ച ഈ ശബ്ദം നിങ്ങൾ മറന്നു പോവരുതായിരുന്നു. എന്നെ പറ്റി പറഞ്ഞോ, അതിന് ഞാനൊന്നും അങ്ങോട്ട് പറയുന്നില്ല. പക്ഷേ പാണക്കാട് തങ്ങൾ വേശ്യാലയത്തിൽ പോയി എന്ന് പ്രസംഗിക്കുന്നവർക്ക് എന്റെ അദൃഷ്ടമത് പ്രസംഗിച്ചില്ലേ സഹോദരങ്ങളെ? AP-യുടെ കൂടെയുള്ള ഒരാളെ ഇയാൾ പറഞ്ഞയച്ചു. കഴിഞ്ഞ ആഴ്ച സാലിയത്ത് പ്രസംഗിച്ചിരിക്കുന്നു. അസ്ഹറിൽ പഠിച്ചിരുന്നപ്പോൾ കൈറോവിലെ ഒരു വേശ്യാലയത്തിൽ മുഹമ്മദ് അലി ശിഹാബ് സ്ഥിരം സഞ്ചാരിയായിരുന്നു. മഹാനല്ലാഹ്
ചെറിയൊരു ടെസ്റ്റ് ടോസ്. ഇനിയുമുണ്ട് ഒരുപാട്, കുറച്ചുകൂടി കാണുക. തലപ്പത്ത് നിൽക്കുന്നവർ ഒഴിവാകണം, എന്നാലേ പാർട്ടി നന്നാവൂ. ആദ്യം പാണക്കാട്ടുകാർ മാറിക്കൊടുക്കണമെങ്കിൽ മാത്രമേ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നന്നാവൂ. ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു കെൽമത്ത് എന്റെ നാവ് കൊണ്ടോ ഞങ്ങളുടെ വിലമാക്കളുടെ നാവ് കൊണ്ടോ ആ ബഹുമാനപ്പെട്ട തങ്ങളവർകൾക്കോ അവരുടെ കുടുംബത്തിനോ എതിരായി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പ്രസ്താവിച്ചിട്ടുണ്ടോ? നിങ്ങൾ കള്ളം പറയരുത്. അത് അവർ സ്വപ്നം കാണുകയാണ്. നിങ്ങൾ കള്ളം പറയരുത്. അത് അവർ സ്വപ്നം കാണുകയാണ്. പാണക്കാട് ഉമർ അലി ശിഹാബും ഹൈദർ അലി ശിഹാബും എന്ത് തോന്നിവാസാണ് അവർ പറഞ്ഞത്? തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഞാൻ വെല്ലുവിളിക്കുന്നു, അത് അവർ സ്വപ്നം കാണുകയാണ്. അപ്പൊ ഇനി APEK എന്ന പ്രശ്നമല്ല, ഞാനും നിങ്ങളും തീരുമാനിച്ചാൽ ശരിയാവും ഞങ്ങളെ എന്ന് പറഞ്ഞു. ഉടനെ തങ്ങൾ പറഞ്ഞു, എന്നാ നിങ്ങൾ കുഞ്ഞാലിക്കുട്ടിനോട് കൂടി ഒന്ന് പറഞ്ഞാളേ. അപ്പൊ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ രോഗിനെ പറ്റി നിങ്ങൾ അയ്യപ്പ വൈദ്യനും കൂടി കണ്ടാളി എന്ന് പ്രൊഫസർ പറയുമ്പോ യഥാർത്ഥത്തിൽ ഈ ഡോക്ടർക്ക് എന്തോ ഒരു തകരാറുണ്ട് എന്നാണ് തിരിഞ്ഞത്. ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ കള്ളം പറയരുത്. അത് അവർ സ്വപ്നം കാണുകയാണ്. കുഞ്ഞാലിക്കുട്ടിയുടെയോ പാണക്കാട്ടെയോ കുടുംബത്തിൽ നിന്ന് ഇനിയിപ്പോ ആരും ജോലിയില്ലാത്തവരില്ലല്ലോ. അവർക്കെന്തായാലും കാലാകാലം ജീവിക്കാൻ അവർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങൾ കള്ളം പറയരുത്. അത് അവർ സ്വപ്നം കാണുകയാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ താടി പഠിക്കുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പറയാൻ നിങ്ങൾക്ക് അറിയില്ല അയാൾ താടി പഠിക്കുന്ന ആളാണെന്ന്. എന്നാ അത്രയും സന്തോഷമായി. ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു കെൽമത്ത് എന്റെ നാവ് കൊണ്ടോ ഞങ്ങളുടെ വിലമാക്കളുടെ നാവ് കൊണ്ടോ ആ ബഹുമാനപ്പെട്ട തങ്ങളവർകൾക്കോ അവരുടെ കുടുംബത്തിനോ എതിരായി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പ്രസ്താവിച്ചിട്ടുണ്ടോ? ഇവരൊന്നും നിങ്ങളുടെ അനുയായികളല്ലേ? എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ശിഹാബ് തങ്ങളുടെ ആത്മീയമായ അത്തരത്തിലുള്ളതായ പിന്തുണകൾ അംഗീകരിക്കുവാൻ വേണ്ടി കടന്നു വരുന്നത്? ചെയ്തു പോയ പാതകത്തിന് ഓർത്തുകൊണ്ട് തൗബ ചെയ്യുവാനുള്ള ഒരുക്കമാണെങ്കിൽ സ്വാഗതാർഹമാണ്, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു. പക്ഷേ ഇത് പാവപ്പെട്ട ആളുകളെ പറ്റിച്ചുകൊണ്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുവാനുള്ള ഹീനമായ ഏർപ്പാടാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടുകയില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മുസ്ലിം ലീഗിന്റെ നേതാക്കളും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരും അത് തിരിച്ചറിയാൻ പ്രബുദ്ധരാണ് എന്ന് തിരിച്ചറിവ് ഉണ്ടാകുന്നത് നന്നു. നിങ്ങൾ അത്തരത്തിൽ ഹീനമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, മർക്കസിന്റെ സമ്മേളനത്തിലേക്ക് പങ്കെടുക്കുവാൻ വേണ്ടി ലീഗ് നേതാക്കളെ ക്ഷണിച്ചു. അതെന്തിനാണ്? അത് എന്തിനാണ് എന്ന് അവരുടെ മാസികയിൽ തന്നെ തുറന്നു പറയുന്നു. സുന്നികളുടെ വോട്ടിന്റെ വിലയറിയുന്ന ഇടതുപക്ഷം അത് മറന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാവും ഇത്തവണത്തെ സമ്മേളനം. തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായ സ്കൂൾ അംഗീകാരം ഇപ്പോഴും പെരുവഴിയിലാണ്. വിദ്യാഭ്യാസം CPM-നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് പ്രസംഗിച്ചത് നിങ്ങളല്ലേ? LDF അധികാരത്തിൽ വന്നാൽ വിദ്യാഭ്യാസം ജാതികൾക്ക് കൊടുക്കരുത്, തിരുവിതാംകൂറിലുള്ള ക്രിസ്ത്യാനികൾക്ക് കൊടുക്കരുത്, മറിച്ച് ഈ രാജ്യത്തെ ഏറ്റവും വലിയ കക്ഷി എന്ന നിലക്ക്, LDF നയിക്കുന്ന കക്ഷി എന്ന നിലക്ക് CPI-യും വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യണം. ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായി. 16 സ്കൂൾ നിയമവിരുദ്ധമായി കൊണ്ട് അംഗീകരിക്കുകയും അത് മുഴുവനും തള്ളപ്പെടുകയും ചെയ്തു. എന്നിട്ട് CPM-നെ ഞെട്ടിക്കുവാൻ വേണ്ടി മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ മർക്കസിന്റെ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിട്ട് അവർ പച്ചയായിക്കൊണ്ട് അവർ തന്നെ എഴുതി വെച്ചു, സുന്നികളുടെ വോട്ടിന്റെ വിലയറിയുന്ന ഇടതുപക്ഷം അത് മറന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാകും ഇത്തവണത്തെ സമ്മേളനം. ഇവർ ഒരു സ്വതന്ത്ര വോട്ട് ബാങ്ക് അല്ല, ഇവർ പക്ക ലീഗ് വിരുദ്ധ ആശയത്തിന്റെ ആളുകളാണ്. അവരുടെ വോട്ടെന്ന് പറയുന്നത് ഒന്നുകിൽ CPM-ന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും INL പോലത്തെ PDP പോലത്തെ ലീഗ് വിരുദ്ധ ആശയത്തിന്റെ വാക്താക്കളാണ്. അവരത് സ്വതന്ത്ര വോട്ട് ബാങ്ക് അല്ല. അതുകൊണ്ട് ഈ വസ്തുതകൾ വളരെ വ്യക്തമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഈ വസ്തുതകളിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് പച്ചയായിക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്, കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുവാൻ വേണ്ടി ചില സമയത്ത് മുസ്ലിം ലീഗിന്റെ വാക്താക്കളായിട്ടും ഇവർ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ 1989 നയം മാറിയിട്ടില്ല എന്നാണ് നിങ്ങളുടെ പത്രസമ്മേളനങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ നയനിലപാടുകളും നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളും വിളിച്ചോതുന്നത്. നിങ്ങളുടെ ക്യാമ്പുകളിൽ വെച്ചുകൊണ്ട് മുസ്ലിം ലീഗിന് എതിരായിക്കൊണ്ടുള്ള ആശയഗതികളാണ് നിങ്ങൾ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആവർത്തിക്കുന്നു, ചെയ്തു പോയ പാതകം തെറ്റായിരുന്നു എന്ന് തോന്നി പശ്ചാത്തപിച്ച് ഖേദിച്ചുകൊണ്ട് മടങ്ങുന്നുണ്ട് എങ്കിൽ അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അല്ലാതെ ഇനിയും ഇങ്ങനെ കബളിപ്പിക്കുവാനുള്ള നീക്കമാണ് എങ്കിൽ ആ നീക്കം തിരിച്ചറിയാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം സുസജ്ജമാണ്. ലീഗിന്റെ നായകൻ തന്നെ പറയട്ടെ. അവരെല്ലാം തീർച്ചയായിട്ടും ഈ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന വിഭാഗമാണ് എന്ന് ഇവിടെയുള്ള വിഘടിതർ തീർച്ചയായിട്ടും ഇവിടെ അടങ്ങി നിൽക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു അവരുടെ എല്ലാ ഷെറിൽ നിന്നും എല്ലാ ശത്രുതയിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി ഒരിക്കലും ഒരു അയഞ്ഞ നിലപാട് ആരും സ്വീകരിക്കരുത് എന്ന് മാത്രം. സുന്നി ലേബിൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു നിങ്ങൾ പല രംഗത്തും കടന്നു വന്നത്. നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്തായാലും ലീഗുമായി ഏറ്റുമുട്ടി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് സുന്നികൾക്ക് മാത്രമാണ്. സമസ്ത ലീഗും പ്രോഗ്രസീവ് ലീഗും ഒക്കെ ചരിത്രമായതല്ലേ അനുഭവം. ഇവരായിപ്പോ സുന്നി ലീഗ് സുന്നി എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിന്റെ എതിരായിക്കൊണ്ട് ഞങ്ങൾ തന്നെ മത്സരിച്ച് നിൽക്കുന്നത് എന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെയുള്ളതായ പ്രവർത്തനങ്ങൾക്കോ ഏതോ രാഷ്ട്രീയ പാർട്ടികളുടെ ആലയിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടു പോകുവാനോ നിങ്ങൾ ശ്രമിക്കുന്നത് ഇനിയും ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചറിയാൻ മുസ്ലിം കേരളം പ്രബുദ്ധമാണ് എന്ന് ഇനിയെങ്കിലും ഓർക്കുന്നത് നന്ന് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.